അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ വീട്, ജോലി, വിവാഹം, വെളിച്ചം, വഴികൾ, വെള്ളം, ഇങ്ങനെ ഒരു അടിസ്ഥാന കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവെ വിഷമിക്കുന്നവരുണ്ടീശോയെ, വിവാഹം ഒത്തുവരാത്തവരുണ്ടീശോയെ, ഒത്തുവന്ന വിവാഹം പോയതിൻ്റെ പേരിൽ സങ്കടപ്പെട്ട് നടക്കുന്നവരുണ്ടീശോയെ, അതുപോലെ ഒത്തുവന്ന വിവാഹം നടത്തി കൊടുക്കാൻ വേണ്ടി സാമ്പത്തികമായ വിഷയങ്ങളിൽ ഓരോരോ വാതിലും മുട്ടിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. മുട്ടി പരാജയപ്പെട്ടിട്ട് മനസ്സും ശരീരം തളർന്ന് വീട്ടിൽ വന്ന് കർത്താവ് പരസ്പരം വഴക്കിടുന്നവരുണ്ട്. ഞാൻ അന്നേ പറഞ്ഞല്ലോ വിചാരിച്ചിട്ടുണ്ട്, നിങ്ങൾ ഒരു വഴക്കും ആരും തമ്മിലിടരുത്. കർത്താവ് നിങ്ങളുടെ കാര്യം തീരുമാനിച്ചിട്ടുണ്ടെന്ന ബോധത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് നിങ്ങളെ ശക്തിപ്പെടുത്തിയിട്ട് പ്രാർത്ഥിക്കുന്നു. ഈശോ, ഈ കാലങ്ങളിൽ നഷ്ടപ്പെട്ടിരിക്കുന്ന കടലിൽ ജോലി നഷ്ടപ്പെട്ടവരുണ്ട്, കാർഷിക മേഖല തകർന്നവരുണ്ട്, പല മേഖലയിലും മനുഷ്യരിങ്ങനെ എരിഞ്ഞ് പൊരിഞ്ഞ് ജീവിക്കുന്ന അവസ്ഥയാണ്. അത് ആരും പറയാത്തത് കാരണം
ഒത്തിരി മനുഷ്യൻ്റെ അഭിമാന ബോധങ്ങളൊക്കെ വളർന്നു പോയത് കാരണം ആരും അറിയിക്കാതെ നിശബ്ദമായി മനുഷ്യൻ ദുരന്തം അനുഭവിക്കുന്ന കാലഘട്ടമാണ്. അമ്മയെ പരിശുദ്ധമേ, ഓരോ വീട്ടിലും അമ്മ സഞ്ചരിക്കണമേ അമ്മേ. ഓരോ വീടുകളുടെയും വേദനകളെ എടുക്കണമേ അമ്മേ. കുഞ്ഞുങ്ങളെ പോയി രക്ഷപ്പെടാൻ നീന്തി കരകയറാൻ വേണ്ടി ആഗ്രഹിക്കുന്ന മക്കളെ കരകയറുമ്പോൾ മുങ്ങിപ്പോകുന്ന പോലെ അവർക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ, അവരുടെ സാമ്പത്തിക ദുരിതങ്ങൾ, അവർ സഹായിക്കാനായി ഇല്ലാത്ത അവസ്ഥകൾ, അവർ പോകുന്ന സ്ഥലങ്ങളിൽ അനുകൂലമല്ലാത്ത മറുപടികൾ, കർത്താവ് ഓരോ മേഖല എന്തെല്ലാം തരത്തിലാണ് അങ്ങനെ മക്കൾ. ഞങ്ങളുടെ ജീവിതം ഇനി തകർന്നു പോകുമോ? കപ്പൽ പാറയിൽ ഇടിച്ച് തകർന്ന പോലെ ഞങ്ങളുടെ ജീവിതം ഇല്ലാതെ വരുമോ എന്ന് ഓർത്ത് വേദനിക്കുന്നു. അവർക്ക് വിശ്വാസത്തിന് ധൈര്യം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന എരിവ് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നമ്മുടെ മനസ്സ് എപ്പോഴും കൊതിക്കണേ എന്താ? ദൈവത്തിൻ്റെ സംരക്ഷണമാണ് അല്ലേ? ഇപ്പം തന്നെ ചില ആൾക്കാർ പിള്ളേർ വിളിക്കും, അമ്മ വിളിക്കും, വേഗം വന്ന് പ്രാർത്ഥിക്ക്, ഇങ്ങനെ കൂടുതൽ പ്രാർത്ഥന മുടക്കിയിട്ട് വേണം നാളെ വല്ല പട്ടിയാവരെയും കടിക്കാൻ. അപ്പോൾ ആൾക്കാർക്ക് ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സംരക്ഷണം, പ്രാർത്ഥന ഒരു സംരക്ഷണം തരുമെന്നുള്ളൊരു ബോധമുണ്ട് നമുക്ക്. പക്ഷേ ഈ സംരക്ഷണത്തിന് വേറെ കുറേ നല്ല ഇത് ചട്ടപ്പടി പ്രാർത്ഥനാ രൂപങ്ങളല്ലാതെ തന്നെ അത് വേണം. അതങ്ങനെ ദൈവം നമ്മളെ ശിക്ഷിക്കുമെന്ന രീതിയിലാണ് ചില ആൾക്കാർ പ്രാർത്ഥിച്ച് കൂട്ടുന്നത്. കുഴപ്പമുണ്ട്, നമ്മളാക്കിന് കുഴപ്പമൊന്നും ഉണ്ടാക്കരുതെന്ന്, അങ്ങനെയല്ല. അതൊരു നല്ല നിലപാടല്ല, ആരോഗ്യപരമായ സമീപനമല്ല. ഇനി സംരക്ഷണം കിട്ടാനുള്ള മാർഗങ്ങൾ കുറേ ഉണ്ട്. അത് എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്നത്, നമ്മളെപ്പോഴും ദൈവത്തോട് തന്ന എല്ലാ കാര്യങ്ങൾക്കും, ഇപ്പം ഞാനൊരു ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ എനിക്കത് രുചി ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാനുമ്പോൾ ദൈവമേ നാക്കില്ലാത്തവർ എന്തുമാത്രം ആൾക്കാരുണ്ട്. അപ്പം നമുക്ക് നാക്കുള്ളത് തന്നെയല്ലേ, ഇല്ലെങ്കിൽ ഈ രുചി എങ്ങനെ അറിയും? അതെല്ലാം നന്ദി പറയേണ്ട ഒരു വിഷയങ്ങളാണ് ശരിക്കും. കഴിഞ്ഞ ദിവസം കൃപാസനത്തിലൊരു സാക്ഷി ഉണ്ടായിരുന്നേ. ഒരു മകൻ കംപ്ലീറ്റ് അന്ധനായ, അപ്പനും അന്ധനായ. പക്ഷെ അവർ സ്ക്രൈബിനെ വെച്ചൊക്കെ പഠിച്ചു. അവൻ ബിടെക് വരെ എത്തി. പക്ഷെ ബിടെക്കിന് അഡ്മിഷൻ കിട്ടത്തില്ല. സ്ക്രീൻ കാണാൻ പാടില്ലാത്തവർക്ക് എങ്ങനെയാണ് ബിടെക്കിന് അഡ്മിഷൻ കൊടുക്കുന്നത്? റിജക്റ്റ് ചെയ്ത് അവരിങ്ങനെ സങ്കടപ്പെട്ട് ഓഫീസ് വരാതെ നിൽക്കുകയാണ് കോളേജിൻ്റെ. അപ്പം അപ്പൻ എന്നാ ചെയ്തത്? അപ്പൻ അങ്ങേർക്ക് ഈ കണ്ണ് കാണാൻ പാടില്ലെങ്കിലും മനസ്സിൻ്റെ കണ്ണിലും മാതാവിനെ കാണുന്ന ആളാണ്. പുള്ളി ഉടനെ ഉടമ്പടി കാശുരം എടുത്ത് തിരുമി വിശ്വപ്രമാണം ചൊല്ലി. അപ്പോൾ ഉടനെ പെട്ടെന്നൊരു മുല്ലപ്പൂവിൻ്റെ ഗന്ധവുമായിട്ട് ആരോ പുള്ളിയുടെ മുമ്പിൽ പാസ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ലേഡിയുടെ സ്വരം അവിടെ കേട്ട് തിരിച്ചു വന്നപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതാ നിങ്ങളുടെ അഡ്മിഷൻ എന്നും പറഞ്ഞ് ഒരു ചേച്ചി കൊണ്ടുവന്ന് ഈ കൊച്ചിൻ്റെ അഡ്മിഷൻ റെഡിയാക്കി കൊടുത്തു. എന്നിട്ട് ആ മുല്ലപ്പൂ മണം കടന്നു പോകും. അപ്പോൾ ഇവർ പറയണത് മാതാവ് ഞങ്ങൾക്ക് വേണ്ടി ആരോഗ്യം വിട്ട് കറക്റ്റ് ചെയ്തതാണത്. അപ്പോൾ ഞങ്ങളുടെ സങ്കടങ്ങൾ അമ്മ മനസ്സിലാക്കി. പിന്നെ മുല്ലപ്പൂ മണമെന്ന് പറയുമ്പോൾ മാതാവിൻ്റെ മണം എനിക്ക് നേരത്തെ പരിചയമുള്ളതാണ്. അതുകൊണ്ട് ആ മണം കേട്ടപ്പോൾ എനിക്ക് മാതാവിൻ്റെ സാന്നിധ്യം ഓർത്തു എന്ന്. ഇപ്പോൾ എങ്ങനെയായാലും ഈ വിഷയം എന്ന് പറയുന്നത് നമ്മൾ ഉടമ്പടിയൊക്കെ നമ്മുടെ സങ്കല്പം നിൽക്കുന്ന ഒരു പ്രാർത്ഥനയില്ല. എനിക്കൊരിപ്പം തോന്നിയിട്ടുണ്ട്, ആൾക്കാരുടെ സാക്ഷ്യം കേൾക്കുമ്പോഴേ കാലം കാത്തിരുന്നൊരു പദ്ധതിയാണെന്ന്. അത്രയ്ക്ക് ടോപ്പ് എക്സ്പീരിയൻസാണ് ഇവർക്കൊക്കെ ആൾക്കാർ പറയണത്. ദൈവാനുഭവത്തിൻ്റെ പുതിയ ഞെട്ടിപ്പിക്കുന്ന തലങ്ങളിലേക്കാണ്. ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നതിൻ്റെ വിഷയം എന്ന് പറയുന്നത് ഈ സംരക്ഷണം. അതായത് സംരക്ഷണത്തിന് ഒരു എളുപ്പ വഴിയെന്ന് പറയുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണ്. അതെങ്ങനെ മനസ്സിലായത്? ദൈവത്തെ നമ്മൾ എല്ലാ ദിവസവും നീ ദൈവത്തെ നിനക്ക് ഇപ്പോൾ നേരത്തെ എഴുന്നേറ്റാൽ തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്താം ഇല്ലേ? ഒരു അപകടം പിണയാൻ പോയി പെട്ടെന്ന് നമ്മൾ രക്ഷപ്പെട്ടെങ്കിൽ അപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്താം. എൻ്റെ മക്കളെ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ കിട്ടുന്ന ഒരു അവസരവും നിങ്ങൾ കളയരുത്. കാര്യം അത് നമുക്ക് സംരക്ഷണം തരികയാണ്. അത് അറിയണമെങ്കിലേ റോമ 1:28 എടുത്തേ. ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയത് നിമിത്തം അധമ വികാരങ്ങൾക്ക് അനുചിത പ്രവർത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു. അപ്പം ഈ ദൈവത്തെ മഹത്വപ്പെടുത്തണത്, അംഗീകരിക്കണത്.
എല്ലാ വിഷയങ്ങളും ദൈവത്തെ നമ്മൾ അംഗീകരിക്കണം. അല്ലാതെ എൻ്റെ കഴിവാണെന്ന് പറയരുത്. എൻ്റെ കഴിവാണ്, എൻ്റെ ബുദ്ധിപരമായ നീക്കമാണ്, എൻ്റെ തന്ത്രമാണ്, കുതന്ത്രമാണ്. അങ്ങനെ ഈ പൊട്ടൻ മനുഷ്യർ അങ്ങനെയൊക്കെ ഈ ക്രെഡിറ്റ് സ്വന്തമായിട്ട് അക്കൗണ്ട് ചെയ്യും. പക്ഷേ എന്താ പറ്റുന്ന, സംരക്ഷണം പോകും. നിങ്ങൾക്ക് നിങ്ങൾ വഴി, നിങ്ങൾക്ക് ജന്മവും ജീവിതവും തന്ന ദൈവം വഴി നിങ്ങൾ എന്ത് നേടിയാലും അത് ദൈവത്തിൻ്റെതാണ്. അങ്ങനെ ചിന്തിക്കുന്നവനാണ് വിശ്വാസി എന്ന് പറയണത്. അത് സംരക്ഷിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? അധമവികാരം, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതും അംഗീകരിക്കുന്നത് പോരായ്മയായി കരുതി അംഗീകരിക്കാതിരുന്നാൽ എന്ത് പറ്റും? അധമവികാരങ്ങൾക്കും അനുചിത പ്രവൃത്തികൾക്കും ഏൽപ്പിക്കപ്പെടും. സംരക്ഷണം പോകുന്നർത്ഥം. അപ്പോഴേ ദൈവത്തെ നമ്മുടെ ജീവിത മണ്ഡലങ്ങളിൽ നമ്മൾ നേടുന്ന നേട്ടങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നമ്മൾ വിളിച്ചു പറയാതിരുന്നാൽ സ്വാഭാവികമായിട്ട് സംരക്ഷണം പോകുമ്പോൾ എന്ത് പറ്റും? ആ അനുചിത പ്രവൃത്തികൾക്കും അധമ വികാരങ്ങൾക്കും ഏൽപ്പിക്കപ്പെടും. അപ്പോൾ അനുചിത പ്രവൃത്തികൾക്കും അധമ വികാരങ്ങൾക്ക് ഏൽപ്പിക്കപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യണം? ദൈവത്തെ ജീവിതത്തിൻ്റെ മണ്ഡലങ്ങളിൽ എല്ലാ മേഖലകളിലും ദൈവത്തെ അംഗീകരിക്കണം. അത് സംരക്ഷണത്തിൻ്റെ ഒരു ഫോർമുലയാണ്. ഇനിയെങ്കിലും ജീവിതത്തിൻ്റെ ഓരോ വിഷയങ്ങളിലും അതിൻ്റെ ക്രെഡിറ്റ് സെൽഫ് ക്രെഡിറ്റായിട്ട് നിങ്ങൾ ക്രെഡിറ്റ് ചെയ്യാതിരിക്കാനാണ് നല്ലത്. മറിച്ച് എല്ലാം ദൈവത്തിൻ്റെ പരിമഹത്വത്തിന്. ഞാൻ ഫോർ ദ ഗ്രേറ്റർ ഗ്ലോറി ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്നും പറഞ്ഞ് നമ്മുടെ ഇഗ്നീഷ്യസ് ലയോളയും ഫ്രാൻസിസ് സേവറും കത്തുകൾ എഴുതുമ്പോൾ ആദ്യം എഴുതുന്നത് കർത്താവിൻ്റെ നാമത്തിൻ്റെ ഉപരിമഹത്വത്തിന്. അത് എഴുതിയിട്ടാണ് അവർ ബാക്കിയുള്ള കാര്യങ്ങൾ എഴുതുന്നത്. അതുപോലെ തന്നെയാണ് നീയുമെങ്കിൽ അത് നമുക്ക് വല്ലാത്തൊരു സംരക്ഷണം തരും. ഓക്കെ അല്ലേ? താങ്ക് യു. എൻ്റെ പേര് ബിന്ദു. ഇത് ജോഹാൻ എൻ്റെ മകനാണ്. ഞങ്ങൾ പറവൂരിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ യു കെയിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2022 മാർച്ചിലാണ്. 2010 ഞാൻ യു കെയിൽ സ്റ്റുഡൻറ്റ് വിസയിൽ പോയിരുന്നു. ആ സമയത്ത് ഞാൻ പോയിരുന്നത് അവിടെ വർക്ക് വിസയ്ക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ 2009 പോയതെങ്കിലും പക്ഷേ അവിടെ നിയമം ആ സമയത്ത് വർക്ക് വിസ നിർത്തലാക്കുകയും അത് മുഖാന്തരം എനിക്ക് 2013 തിരിച്ചു വരേണ്ടി വരികയും ചെയ്തു. 2013 എൻ്റെ ആഫ്റ്റർ മാരേജ് ശേഷം ഞാനും എൻ്റെ ഹസ്ബൻഡും കാനഡ പ്രോസസ്സാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ പല പ്രൊവിൻസിലേക്ക് മാറി ഞങ്ങൾ പ്രോസസ്സ് ചെയ്തുകൊണ്ടേയിരുന്നു. അതിനനുസരിച്ച് ഞങ്ങൾ പേയ്മെൻറ്റും അടച്ചിരുന്നു. ഞങ്ങൾ ഏകദേശം ഒരു 6 lakhs പേയ്മെൻറ്റ് അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ മുടക്കി. പക്ഷേ എല്ലാം ഞങ്ങൾക്ക് കിട്ടും. പക്ഷേ ലാസ്റ്റ് മൊമെൻറ്റിൽ ഞങ്ങൾക്കത് പ്രതീക്ഷയില്ലാതെ പോവുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു നിരാശയിലോ ഇരിക്കുന്ന ഒരു സമയത്താണ് ആ സമയത്ത് ഞാൻ ഇവിടെ എറണാകുളത്ത് ഒരു സ്വകാര്യ ആശുപത്രിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ അവിടെയുള്ള എല്ലാവരും എന്നോട് പറഞ്ഞു കൃപാസനത്തിൽ പോകണം, ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞു. ആക്ച്വലി എനിക്ക് കൃപാസനത്തിൻ്റെ ഉടമ്പടിയെക്കുറിച്ച് അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് അറിയില്ല. അവരെനിക്ക് ഒരു നമ്മളുടെ കൃപാസനം പത്രമാണ് തന്നിരിക്കുന്നത്. ഞാൻ അതിലെല്ലാ സാക്ഷ്യങ്ങളും വായിക്കും. അങ്ങനെ ഞാൻ 2022 ഞാനപ്പോൾ 2021 നമ്മളുടെ കെയർ വിസ, യു കെയിലെ കെയർ വിസ ഓപ്പൺ ആയിരുന്നു. അപ്പോൾ ഞാനത് പല ഏജൻസി ത്രൂ ഞാനിങ്ങനെ കെയർ വിസയിലേക്ക് പോകാനായിട്ട് നോക്കി. അങ്ങനെ പല ഏജൻസീനെ മീറ്റ് ചെയ്തു. അപ്പോൾ അവരൊക്കെ പറഞ്ഞിരുന്നത് ഏകദേശം 10-15 ലക്ഷം കൊടുക്കണം എന്നുള്ള ഒരു രീതിയിലാണ്. ഞാൻ അങ്ങനെ 1-2 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ദൈവാദിനത്തിൽ എനിക്ക് ആ 2 ഇൻ്റർവ്യൂവിലും ഞാൻ പാസ്സായില്ല. അങ്ങനെ ഒത്തിരി വിഷമിച്ചിരിക്കുന്ന ഒരു സമയത്താണ് ഞാനിവിടെ 2022 കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഉടമ്പടി എടുത്തു. മാർച്ചിൽ ഞാൻ ഇവിടുന്ന് പോയി. ഒരാഴ്ച കഴിഞ്ഞില്ല, എനിക്ക് എൻ്റെ വാട്സപ്പിൽ ഒരു മെസ്സേജ് വരികയാണ്, ബിന്ദു ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട്. ആക്ച്വലി എനിക്കത് ഏത് വാട്സപ്പ് നമ്പറാണെന്നോ ആരാണെന്നോ എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് ഞാൻ അയച്ചു കൊടുത്തു. അത് പെട്ടെന്ന് തന്നെ എൻ്റെ ആ പ്രോസസ്സ് പെട്ടെന്ന് നീങ്ങുകയാണ്. അപ്പോൾ ഞാനത് എനിക്ക് ആരാണെന്നോ ഒന്നും അറിയത്തില്ല. പക്ഷേ ആ ഏജൻസി എന്നെ വിളിച്ചു 2-3 പ്രാവശ്യം. അവർ പല പ്രാവശ്യം ചോദിക്കുന്നുണ്ട് ആര് ത്രൂ ആണ് ബിന്ദു ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്തത്. സത്യം പറഞ്ഞാൽ എനിക്ക് ആരുടെയും പേര് പറയാൻ അറിയില്ല. ഞാൻ പറയുകയാണ് എനിക്കറിയത്തില്ല, എനിക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും റെക്കമെൻഡ് ചെയ്തതായിരിക്കുമെന്ന് ഞാനിങ്ങനെ പറയുകയാണ്. എനിവേ ആ പ്രോസസ്സ് എൻ്റെ കണ്ടിന്യൂ ആയിട്ട് ചെയ്തു.
എൻ്റെ അത് പെട്ടെന്ന് തന്നെ എൻ്റെ ആ പ്രോസസ്സ് വേഗം തന്നെ നടന്നു. എനിക്ക് ജൂൺ മാസമായപ്പോഴേക്കും എനിക്ക് UK പോകാനായിട്ട് വിസ ലഭിച്ചു. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഇൻറ്റൻഷൻ ചെയ്ത സമയത്ത് ഒന്ന് എനിക്ക് UK പോകണം എന്നുള്ളതും രണ്ടാമത് എനിക്ക് നേഴ്സായി അവിടെ ജോലി ചെയ്യണം എന്നുള്ള 2 ഇൻറ്റൻഷനാണ് ഞാൻ മെയിനായിട്ട് ഇവിടെ വെച്ചിരുന്നത്. അപ്പോൾ ഞാൻ UK ഞാൻ 2022 ജൂൺ 30 ഞാൻ ഇവിടുന്ന് UK ചെന്നു. ഞാൻ അവിടെ ചെന്ന സമയത്ത് ഞാൻ ചെന്ന വർക്ക് ചെയ്യുന്ന സ്ഥലം ഒരു റെസിഡൻഷ്യൽ കെയർ ഹോമാണ്. ആക്ച്വലി അന്ന് UK ഒരു റൂൾ ഉണ്ടായിരുന്നു, നമ്മൾ നേഴ്സിംഗ് ഹോമിൽ നേഴ്സായി വർക്ക് ചെയ്യുവാണെങ്കിൽ, അതായത് നമ്മളുടെ നേഴ്സിംഗ് ഇതുണ്ടെങ്കിൽ UK നേഴ്സായിട്ട് നേഴ്സിംഗ് ഹോമിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ 1 വർഷം വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മളുടെ എക്സാംസൊക്കെ ക്ലിയർ ചെയ്താൽ വിത്ത് പെർമിഷനോടുകൂടി നമുക്ക് നേഴ്സാവാനുള്ള ഒരു ഇത് ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനങ്ങനെ ചെന്നു. പക്ഷേ ഞാൻ ചെന്ന സ്ഥലം എൻ്റെ മാറി, റെസിഡൻഷ്യലാണ്. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ചെയ്താൽ ഒരിക്കലും എനിക്ക് കിട്ടത്തില്ല, എൻ്റെ പിൻ നമ്പർ കിട്ടത്തില്ല. ഞാനപ്പോൾ പല പ്രാവശ്യം എൻ്റെ മാനേജ്മെൻറ്റിനോട് ചോദിക്കുകയാണ്, എന്നെ ഇവരുടെ തന്നെ കെയർ ഹോംസ് ഉണ്ട്, നെക്സ്റ്റ് ഓപ്പോസിറ്റ് കുറേ കെയർ ഹോംസ് ഉണ്ട്, അവർക്ക് 3 കെയർ ഹോംസ് ഉണ്ട്, അത് നേഴ്സിംഗ് ഹോംസാണ്. അപ്പോൾ ഞാനിങ്ങനെ ചോദിക്കുകയാണ്, എന്നെ ഈ നേഴ്സിംഗ് ഹോമിലേക്ക് ഒന്ന് മാറ്റിത്തരുമോ, എനിക്ക് ഈ നേഴ്സാവാനും പിൻ നമ്പർ ലഭിക്കാനും വേണ്ടിയിട്ട് ഞാനിങ്ങനെ ചോദിക്കുകയാണ്. 3-4 തവണ ഞാനിങ്ങനെ ചോദിച്ചു. പക്ഷേ എനിക്ക് അതിൻ്റെ എല്ലാം ഫലം അവർ ഡിക്ലൈൻ ചെയ്യുകയാണ്. അതൊരു ഇംഗ്ലീഷ് കെയർ ഹോമാണ്, അവർ ഡിക്ലൈൻ ചെയ്തു. അതിനുശേഷം ഞാനങ്ങനെ ഒത്തിരി വിഷമിച്ചിരിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ 1 വർഷം തികഞ്ഞു. 1 വർഷം തികഞ്ഞ സമയത്ത് ഞാനപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഉടമ്പടി കാശുരൂപവും ഉടമ്പടിയിലാണെങ്കിലും ഞാൻ ഉടമ്പടി എൻ്റെ തീർന്നെങ്കിലും ഞാൻ ഉടമ്പടി പുതുക്കിയിട്ടില്ല. പക്ഷേ ഞാൻ കാശുരൂപം എപ്പോഴും മാതാവിനെ മുറുകെ പിടിച്ചിട്ടാണ് ഞാൻ എവിടെയും പോയിക്കൊണ്ടിരുന്നത്. ഡ്യൂട്ടിക്കാണെങ്കിലും എവിടെയും ഞാൻ മാതാവിൻ്റെ കാശുരൂപം കൊണ്ടുപോകുമായിരുന്നു. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു ഒത്തിരി ഇതിന് വേണ്ടി, ഈ ഇൻറ്റൻഷന് വേണ്ടി ഞാൻ പരിശുദ്ധ അമ്മേനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ശരിക്കും ഞാൻ വർക്ക് ചെയ്യുന്ന കെയർ ഹോം ഒരു നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു കെയർ ഹോമാണ്. അതിനകത്ത് അത്യാവശ്യം 10-25 റെസിഡൻസ് ഉണ്ടായിരുന്നു അന്നത്തെ സമയത്ത്. ഒരു സുപ്രഭാതത്തിൽ ഞങ്ങളുടെ മാനേജർ പറയുകയാണ്, നമ്മളുടെ ഫയറിൻ്റെ എന്തൊക്കെയോ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് നമ്മൾ താൽക്കാലികമായിട്ട് ഈ കെയർ ഹോം പൂട്ടുകയാണ്, പകരം നമ്മളെല്ലാവരും കൂടി അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഇവരുടെ തന്നെ ബ്രാഞ്ചിലുള്ള നെക്സ്റ്റ് നേഴ്സിംഗ് ഹോമിലേക്ക് പോവുകയാണെന്ന്. സത്യം പറഞ്ഞാൽ എനിക്കത് വലിയൊരു അത്ഭുതമായിരുന്നു. കാരണം ഞാൻ പല തവണ ചോദിച്ചിട്ടും എനിക്ക് ഡിക്ലൈൻ ചെയ്തിരുന്ന ഒരു കാര്യമാണ് എനിക്കതിലൂടെ സാധ്യമായി കിട്ടിയത്. ആൻഡ് നെക്സ്റ്റ് ഡേ തന്നെ ഞങ്ങൾ അവിടെ ജോയിൻ ചെയ്തു. അപ്പോൾ ഞാൻ അന്ന് ഞങ്ങളുടെ അവിടെ ഓപ്പറേഷണൽ ഡയറക്ടറായിട്ട് വന്നിരുന്ന ഒരു ഇംഗ്ലീഷുകാരനായിരുന്നു. അവരോട് ഞാൻ എൻ്റെ ഓസ്കി ക്ലിയർ ചെയ്യുന്നതിനെക്കുറിച്ചും ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചു. അപ്പോൾ അന്ന് ഒരു ഹെസിറ്റേഷനും ഇല്ലാതെ പുള്ളി അന്ന് എനിക്ക് ഓക്കെ പറയുകയും ബിന്ദു പ്രൊസീഡ് ചെയ്യൂ എന്ന് പറയുകയും ചെയ്തു. ഞാൻ എൻ്റെ NMCയുടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞാൻ NMC പ്രോസസ്സ് ചെയ്തു. അങ്ങനെ എൻ്റെ അതെല്ലാം സ്മൂത്തായി നടന്നു. അങ്ങനെ ഞാൻ 2024 മാർച്ചിൽ ഞാൻ എൻ്റെ ഓസ്കി എക്സാമിന് വേണ്ടിയിട്ട് പോകാൻ നേരത്ത് ഒന്നും കൂടി ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഞാൻ അവിടെ പ്രാർത്ഥിച്ചു. ഞാൻ അവിടെ എക്സാമിന് പോയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് നമ്മളുടെ ഉപ്പോ എണ്ണയോ അങ്ങനെ ഒന്നും എൻ്റെ കയ്യിലില്ല, ആകെ കാശുരൂപം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്നെ ആഗ്രഹിച്ചു, എനിക്ക് ഇച്ചിരി ഉപ്പ് കിട്ടിയാലും നന്നായിരുന്നു പരീക്ഷയ്ക്ക് പോകാൻ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എക്സാം ഹാളിൽ ചെന്നപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് കൃപാസനത്തിലെ ഒരു കുട്ടി അവിടെ ഉണ്ടായിരുന്നു. അവരുടെ കയ്യിൽ നിന്ന് എനിക്ക് ഉപ്പ് കിട്ടുകയും ഞാൻ ആ ഉപ്പ് മേടിച്ച് നമ്മളുടെ എക്സാം ഹാളിൻ്റെ പുറത്ത് വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ അതിനകത്ത് ഒരു ചെറിയ രീതിയിൽ ഇടുകയും ബാക്കി ഞാൻ കഴിക്കുകയും ചെയ്തു. എൻ്റെ എക്സാം പാസ്സായി. ഞാനങ്ങനെ എക്സാം പാസ്സായി. എൻ്റെ ആ പ്രോസസ്സ് അങ്ങനെ സ്മൂത്തായി നടന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ പ്രോസസ്സ് ഭയങ്കര ഹാർഡായിരുന്നു. എനിക്ക് ഒരു രീതിയിലും എനിക്ക് NMCന്ന് റിപ്ലൈ കിട്ടുന്നത് ഭയങ്കര പിൻ നമ്പർ കിട്ടുന്നേയില്ല. ശരിക്കും 3 മാസം കൊണ്ട് കിട്ടേണ്ടതാണ് പിൻ നമ്പർ, പക്ഷേ എനിക്ക് കിട്ടുന്നേയില്ല. അങ്ങനെ ഞാൻ ഒത്തിരി വിഷമിച്ച് കഴിഞ്ഞ വർഷം ഞാൻ 2024 ഞാൻ ഇവിടെ വരുമ്പോൾ പിൻ നമ്പർ കിട്ടുവാണെങ്കിൽ സാക്ഷ്യം പറയാവുന്ന രീതിയിലാണ് വന്നത്. പക്ഷേ എനിക്ക് പിൻ നമ്പർ കിട്ടിയിട്ടുണ്ടായില്ല. ആ സമയത്ത് ഞാൻ അങ്ങനെ ഇവിടെ വന്നു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ഈ സെയിം മാസത്തിൽ വന്നു. 24-ാം തീയതി ഞാൻ ഓൺലൈൻ ഇവിടെ ഉടമ്പടി എടുത്തു. കാരണം എൻ്റെ ഉടമ്പടി റിന്യൂ ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ എൻ്റെ പേപ്പർ കാണാത്തതുകൊണ്ട് ഞാൻ പുതുതായിട്ട് ഒന്നും കൂടി ഉടമ്പടി എടുക്കുകയാണ് ചെയ്തത്. ഉടമ്പടി എടുത്തു. ഞാൻ പിന്നെയും UK പോയി. പിന്നെയും പ്രോസസ്സ് അങ്ങനെ തന്നെ ഒരു സ്മൂത്തായിട്ട് പോകുന്നില്ല. ഇങ്ങനെ എപ്പോഴും ഭയങ്കര തടസ്സങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തടസ്സങ്ങളെല്ലാം ഉണ്ടാകുമ്പോഴും ഞങ്ങളുടെ അവിടെ പാരീഷ് ഒരു സെൻറ്റ് മേരീസ് ചർച്ചാണ്.
അവിടെ ഒരു മാതാവിൻ്റെ ഒരു പാരിഷുണ്ട്, ബിഹോൾഡ് ദ മദർ. ഞാൻ ഏത് സമയവും അവിടെ പോയിരുന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുമായിരുന്നു. എപ്പോഴും പ്രാർത്ഥിച്ച് എനിക്ക് നേരം കിട്ടുന്ന സമയങ്ങളെല്ലാം ഞാൻ 2-3 മണിക്കൂർ ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചിരുന്ന സമയത്തായിരുന്നു ഞാൻ എപ്പോഴും ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എൻ്റെ കാശുരൂപം കൊന്തയും കൊണ്ടുവരുന്നു. പക്ഷേ ഒരു ദിവസം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ കാശുരൂപം കാണുന്നില്ല. അതപ്പോൾ എനിക്ക് മനസ്സിലായി അത് അവിടെ നിന്ന് എനിക്ക് മിസ്സായെന്ന്. അതൊരു 65 റൂമുള്ള ഒരു വലിയൊരു കെയർ ഹോമാണ്. ഞാൻ അവിടെ ഈ കാശുരൂപം ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്, എവിടെയാണ് എൻ്റെ കാശുരൂപം. പക്ഷെ കാശുരൂപം പോയതോടുകൂടി എൻ്റെ പകുതി ജീവനാണ് പോയത്. കാരണം എനിക്കത് അത്രയും വലിയ പ്രഷ്യസ് ആയൊരു കാര്യമായിരുന്നു. അന്ന് ഞാൻ അങ്ങനെ ചെന്നു, അവിടെ എല്ലാം ഞാൻ എല്ലായിടത്തും അന്വേഷിച്ചു. 2-3 ദിവസം ഞാൻ ഒരു ദിവസം ഓഫ് എടുത്ത് നോക്കി, എനിക്കത് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ പിന്നെ മാതാവിൻ്റെ അടുത്ത് വന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്, മാതാവേ എനിക്ക് പിൻ നമ്പർ തന്നില്ലെങ്കിലും വേണ്ടിയില്ല, എൻ്റെ കാശ് രൂപ എനിക്ക് തിരിച്ചു തരണം. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥനയുടെ ഇടയിൽ പല ദിവസം ഇങ്ങനെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്കൊരു ദിവസം എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയുകയാണ്, മാതാവ് നിൻ്റെ കാശ് രൂപം കിട്ടും, അതോടുകൂടി നിൻ്റെ പിൻ നമ്പറും കിട്ടുമെന്ന്. അങ്ങനെ ഞാനൊരു ദിവസം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഞാനൊരു ദിവസം വർക്ക് ചെയ്യുന്ന സമയത്ത് ആ സ്ഥലമൊക്കെ ഞാൻ 10 പ്രാവശ്യത്തോളം നോക്കിയിട്ടുണ്ട്. എനിക്ക് മാതാവിൻ്റെ കാശ് രൂപം അവിടെ കിടന്ന് കിട്ടുകയാണ്. ഞാനത് വേഗം പോയി എടുത്തു. എനിക്ക് അപ്പം തന്നെ എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ പിൻ നമ്പർ വരാറായെന്ന്. എൻ്റെ ഉടമ്പടി തീരുന്നതിൻ്റെ 90ാമത്തെ ദിവസം എനിക്ക് മെയിൽ വരികയും എൻ്റെ പിൻ നമ്പർ എനിക്കത് ദൈവം പരിശുദ്ധ അമ്മ എനിക്കത് സാധ്യമാക്കി തരികയും ചെയ്തു. അതിനുശേഷം എൻ്റെ അടുത്ത നിയോഗമെന്ന് പറഞ്ഞാൽ എൻ്റെ മകൻ ഈ വർഷം 6th സ്റ്റാൻഡേർഡിൽ നിന്ന് ഈ സെപ്റ്റംബർ ആകുമ്പോൾ 7th സ്റ്റാൻഡേർഡിലേക്ക് പോവാണ്. അപ്പോൾ ഇവർക്കിടെ ഒരു 6th സ്റ്റാൻഡേർഡിൽ ഒരു എക്സാം ഉണ്ട്, സാറ്റ് എക്സാംസ്. അപ്പോൾ ഇവൻ്റെ ഒരു നമ്മളുടെ ഇവിടുത്തെ SLC പോലെ ഒരു മോഡൽ എക്സാം ഇവർക്ക് നടത്തും. ആ മോഡൽ എക്സാമിൽ ഇവൻ ലിസണിങ്ങിലും റീഡിങ്ങിലും മാത്സിലും റിസൾട്ട് വന്നപ്പോൾ നീഡ് ടു ഇമ്പ്രൂവ് ആ വന്നിരിക്കുന്നത്. അത് പാസ്സായിട്ടില്ല. 50 മാർക്കിൽ 48, 47 അങ്ങനെ. അപ്പോൾ എനിക്കത് ശരിക്കും നിരാശയായിരുന്നു. കാരണം ഇവൻ ഇവിടെ നാട്ടിൽ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. പക്ഷെ അവിടെ വന്നപ്പോൾ അവനത് അത്രത്തോളം അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിച്ചില്ലല്ലോ എന്നോർത്ത് വിഷമമായിരുന്നു. അപ്പോൾ ഇവൻ്റെ അനിയനും എന്നും പരിശുദ്ധ അമ്മയുടെ രൂപത്തിൽ നിന്ന് എന്നും പരീക്ഷ പാസ്സാക്കി തരണേ പരിശുദ്ധ അമ്മ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. ഇവൻ്റെ എക്സാം ദിവസം ഇവൻ ഉപ്പും എണ്ണ തേക്കുകയും അതുപോലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിപ്പോയി. പിന്നെ അതുപോലെ തന്നെ ഇവൻ ഞങ്ങളുടെ കാശ് രൂപം ഇവൻ്റെ പോക്കറ്റിൽ ഞങ്ങൾ പിൻ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. എക്സാം റിസൾട്ട് വന്നപ്പോൾ അവൻ എല്ലാത്തിനും മാക്സിമം മാർക്ക് 80 to 120 ആണ്. എല്ലാത്തിനും എബോവ് 100 മാർക്ക് വാങ്ങി അവൻ എല്ലാത്തിനും ഉന്നത വിജയം ലഭിച്ചു. പിന്നത്തെ എൻ്റെ ഒരു സാക്ഷ്യം വെച്ചാൽ കഴിഞ്ഞ ഒരു 3 months ബിഫോർ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒരു അലിഗേഷൻ വരികയുണ്ടായി. സത്യം പറഞ്ഞാൽ ഞാൻ ഈ സംഭവത്തെക്കുറിച്ച് അറിയില്ലാത്തൊരു കാര്യമായിരുന്നു. പക്ഷേ ഞാൻ ആ ദിവസങ്ങളിൽ വർക്ക് ചെയ്തെന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് എനിക്കും എന്നെയും അതിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നു. അത് ഞാൻ ഒത്തിരി വിഷമിച്ചൊരു കാര്യമാണ്. കാരണം ഞാൻ അറിയാത്തൊരു കുറ്റമാണ്, ചെയ്യാത്തൊരു കാര്യമാണ്. പക്ഷേ അപ്പോഴും ഞാൻ ഈ പറഞ്ഞ പോലെ അന്ന് ഓൺലൈൻ ഉടമ്പടി എടുത്തു. പരിശുദ്ധ അമ്മേനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ അടുത്ത് ഞാനവിടെ മാതാവിൻ്റെ ചർച്ചിൽ പോയി കരഞ്ഞ് പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, മല പോലെ വന്ന കാര്യം മഞ്ഞ് പോലെ ഉരുകിപ്പോയി. എൻ്റെ ആ കാര്യത്തിൽ നിന്നും എനിക്കത് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് അടുത്തത്. ഇതിൽ ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ ഞങ്ങളുടെ കുടുംബത്തിൽ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയൊരു അനുഗ്രഹമാണ് എനിക്ക് ഇവൻ ഡെലിവറി ആയി കഴിഞ്ഞ ശേഷം എനിക്കൊരു അനഫ്ലാറ്റിക് റിയാക്ഷൻസ് ഉണ്ടായിരുന്നു. അതായത് അനഫ്ലാറ്റിക് റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ശരീരം മുഴുവൻ തടിച്ചു വീർത്ത് ഞാൻ എഡിമ പോലെ ഭയങ്കര വീർത്ത് പോകുന്ന ഒരവസ്ഥ. ചിലപ്പോൾ നമ്മളത് മരണത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ ഫസ്റ്റത്തെ അനഫ്ലാറ്റിക് റിയാക്ഷൻ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് 1-2 പ്രാവശ്യം പിന്നെയും ഈ കണ്ടീഷൻ വരികയുണ്ടായി. അപ്പോൾ UK പോകാൻ നേരത്ത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം ഇങ്ങനെ ഒരു റിയാക്ഷനുള്ള ഞാൻ അവിടെ ചെന്നാൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സഹായിക്കാൻ ആരുമില്ല. അങ്ങനെ ഒരു വിഷമത്തിൽ ഇരിക്കുകയായിരുന്നു ഞാൻ. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഇന്നേ വരെ 3
വർഷത്തിലേറെയായി. ഇന്നേ വരെ ആ അസുഖം എൻ്റെ ജീവിതത്തിൽ പിന്നെ ഉണ്ടായിട്ടില്ല. അനഫ്ലാറ്റിക് റിയാക്ഷൻ എനിക്ക് വന്നിട്ടേ ഇല്ല. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഇപ്പം ഞാൻ 2 വർഷമായി കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ മാസവും എൻ്റെ സാലറി കിട്ടുമ്പോൾ ഒരു തുക ഞാൻ ഡയാലിസിസ് പേഷ്യൻറ്റിനോ അല്ലെങ്കിൽ ക്യാൻസർ പേഷ്യൻറ്റിനോ, മിക്കവാറും ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്ന ഒരു സ്റ്റാഫ് ആയതുകൊണ്ട് ഹോസ്പിറ്റലിലെ ഡയാലിസിസ് പേഷ്യൻറ്റിനോ അല്ലെങ്കിൽ കീമോതെറാപ്പി കൊടുക്കുന്ന പേഷ്യൻസിനാണ് ഞാൻ കൂടുതലായിട്ടും കൊടുക്കുന്നത്. പിന്നെ ഞാൻ നേഴ്സിംഗ് ഹോമിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അവിടെ എല്ലാം എൽഡർലി പീപ്പിളാണ്. അപ്പോൾ എനിക്ക് അവരെല്ലാവരെയും സഹായിക്കാനും അവരൊരു ശരിക്കും എൻ്റെ ഒരു ഗ്രാൻഡ്പ പോലെ എനിക്ക് അവരെ സഹായിക്കാനും അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കാറുണ്ട്. പിന്നെ എനിക്ക് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ഞങ്ങൾക്ക് അവിടെ എല്ലാ ദിവസവും ഒന്നും ഹോളി മാസ് ഇല്ല. മൺഡേയും വെനസ്ഡേയും ഫ്രൈഡേസൊക്കെ ഉള്ളൂ. അപ്പോൾ കിട്ടുന്ന ഞങ്ങൾക്ക് അവിടെ ഉള്ള ഹോളി മാസ് അവൈലബിൾ ഉള്ള എല്ലാ പ്രാവശ്യവും ഞാൻ അവിടെ പോവാറുണ്ട്. പിന്നെ പണ്ട് എനിക്ക് സൺഡേസിൽ മാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കാറില്ല. പക്ഷേ ഞാനത് ഉടമ്പടി എടുത്ത ശേഷം ഞാൻ എൻ്റെ സൺഡേസിലെ ഡ്യൂട്ടീസ് പരമാവധി കട്ട് ചെയ്ത് ഞാൻ വേറെ ദിവസങ്ങളിലേക്ക് മാറ്റി. ഇപ്പോൾ സൺഡേസിലും എനിക്ക് ഹോളി മാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കാറുണ്ട്. നേർച്ച വസ്തുക്കൾ മകൻ ഞാൻ എൻ്റെ ഓസ്കി എക്സാമിന് പോയപ്പോൾ ഞാൻ ഉപ്പ് എക്സാം ഹാളിൽ മീൻസ് പരീക്ഷാ ഹാളിൻ്റെ പുറത്ത് ഞാൻ വിതറിയിട്ടാണ് ഞാൻ പോയിരുന്നത്. അന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി അതുപോലെ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ മകൻ്റെ എക്സാമിന് പോയപ്പോഴും മകന് കാശ് രൂപവും പിന്നെ ഉപ്പും കൊടുത്തിട്ടാണ് എണ്ണയും ഇതാക്കിയിട്ടാണ് പോയത്. പിന്നെ എൻ്റെ ലാസ്റ്റത്തെ ഈ ഇഷ്യൂ ഉണ്ടായപ്പോൾ അന്ന് എൻ്റെ ഹിയറിങ്ങിന് വിളിച്ചപ്പോൾ ഞാൻ അന്ന് ഉപ്പുമായിട്ടാണ് പോയത്. ഉപ്പ് ഞാൻ ആ ഹിയറിങ്ങിന് വിളിച്ച മാഡത്തിൻ്റെ കസേരയുടെ അടിയിൽ ആരും കാണാതെ ഇട്ടുകയും അത് വിശ്വാസ പ്രമാണം ചൊല്ലുകയും ചെയ്തു. അതുകൊണ്ടാണ് എനിക്ക് ആ കാര്യം എല്ലാം സ്മൂത്തായി നടന്നു കിട്ടുകയും ചെയ്തത്. അതുപോലെ തന്നെ ഇവരെന്നും സ്കൂളിൽ പോകുമ്പോൾ ഇവർക്ക് ഉപ്പും അതുപോലെ തന്നെ എണ്ണയും കഴിച്ചിട്ടാണ് ഇവരെന്നും സ്കൂളിൽ പോകുന്നത്. അതുപോലെ ഞാനും ഡ്യൂട്ടിക്ക് പോകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ കാശുരൂപവും കൊന്തയും അതുപോലെ തന്നെ മാതാവിൻ്റെ ഒരു രൂപവും കയ്യിൽ പിടിച്ചിട്ടാണ്. അതെൻ്റെ ഒരു ശക്തിയാണ്. കാരണം എനിക്ക് എന്നെ എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷിക്കുന്ന ഒരു വലിയൊരു കവചമായിട്ടാണ് എനിക്കത് കാണുന്നത്. അതില്ലാതെ ഞാൻ ഒരിക്കൽ പോലും വീടിൻ്റെ പുറത്തേക്കോ ഡ്യൂട്ടിക്കോ ഞാൻ പോവാറില്ല. ഇവിടെ എനിക്ക് വന്ന് സാക്ഷ്യം പറയാനായിട്ട് പരിശുദ്ധ അമ്മയും ഈശോയും അനുഗ്രഹിച്ചതിലും ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തിലും ഇനിയും ഇടപെടണമേ, എൻ്റെ കൂടെ ഉണ്ടാകണമേ, കൂട്ടായിരിക്കണമേ എന്നുള്ള എൻ്റെ സുഹൃതജപം ഞാൻ എപ്പോഴും ചെല്ലുന്നത് പരിശുദ്ധ അമ്മയോടാണ്. അതിനും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. ആദ്യമായി തന്നെ ഈ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ അനുവദിച്ച അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് അനിത. ഇതെൻ്റെ ഹസ്ബൻഡ് ബേബി തോമസ്. ഇത് ദൈവം ഞങ്ങൾക്ക് ദാനമായി തന്ന കുഞ്ഞ് ആഷർ ബേബി. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 9 വർഷമായിട്ട് ഞങ്ങൾക്ക് മക്കളുണ്ടായിരുന്നില്ല. ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അപ്പം ഹോസ്പിറ്റലുകളെല്ലാം ചെല്ലുമ്പോൾ അവർ ഒറ്റ റീസണേ പറയുന്നുള്ളൂ, അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ നമുക്ക് എന്തുകൊണ്ട് ആകുന്നില്ല എന്നുള്ളത് ഡോക്ടേഴ്സിനും അറിയത്തില്ല. കാരണം മെഡിക്കലി ഞങ്ങൾ 2 ആളും ഫിറ്റാണ്, എല്ലാ ടെസ്റ്റുകളും നോർമലാണ്. അവസാനം പിന്നെ കുറേ ധ്യാന കേന്ദ്രങ്ങളിൽ കയറി ഇറങ്ങി പ്രാർത്ഥിച്ചു. എല്ലാവരും ഞങ്ങൾക്ക് മക്കളുണ്ടാകുമെന്ന് പറയും. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. എനിക്ക് വന്ന് 2021 സെപ്റ്റംബർ മാസത്തിൽ എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്, പ്രീതി, കായംകുളത്താണ് വീട്. അവളാണ് കൃപാസനത്തെ പറ്റിയിട്ട് എന്നോട് പറഞ്ഞത്. ഇവിടെ നടക്കുന്ന ഉടമ്പടിയെ പറ്റിയിട്ടും എൻ്റെ കളിക്കൂട്ടുകാരി അവളാണ് എനിക്ക് മാതാവിനെ പരിചയപ്പെടുത്തി തന്നത് എന്ന് തന്നെ പറയാം. അവസാനം അവൾ പറഞ്ഞ പ്രകാരം ആ സൈറ്റിൽ കയറി എല്ലാം നോക്കി. ഞാനതിൽ മാതാവിനെ കാണാൻ വരുന്നതിന് മുന്നേ ഒരുങ്ങണം എന്ന് എൻ്റെ മനസ്സിൽ തോന്നി. ഞാൻ സെപ്റ്റംബർ മുതൽ നവംബർ 1 2021 ഞാൻ ഉടമ്പടി എടുത്തത്. ഞാൻ നവംബർ 1 വരുന്നതിന് മുന്നേ വരെ ഉടമ്പടി പ്രകാരം എങ്ങനെയാണോ ജീവിക്കേണ്ടത് അതുപോലെ തന്നെ ജീവിച്ചു. എന്ന് വെച്ചാൽ പ്രേക്ഷിത പ്രവർത്തനത്തിൽ പത്രം കൊടുക്കാനൊന്നും പറ്റിയിട്ടില്ല, കാരണം ഇവിടെ വരാത്തതുകൊണ്ട്. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾ മാതാവിൻ്റെ ദിവസങ്ങളിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. മോർണിംഗ് പ്രെയർ, ഈവനിങ് പ്രെയർ ചൊല്ലി. പിന്നെ നേർച്ച വസ്തുക്കളൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഞാൻ അതുപോലെ ജീവിച്ചു. ഞാൻ കുമ്പസാരിച്ച് ഒരുങ്ങി ഞങ്ങൾ 2 ആളും 21 നവംബറിന് ഇവിടെ വന്നു. മുകളിലത്തെ നിലയിൽ ക്ലാസ്സിന് പങ്കെടുത്തു. അന്ന് ഞങ്ങൾക്ക് അച്ഛൻ തന്നെയാണ് ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു, ജോസഫ് അച്ഛനല്ല, അന്നുണ്ടായിരുന്ന അച്ഛൻ. ഞങ്ങൾക്ക് അതിനെപ്പറ്റി നല്ല ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നു, എങ്ങനെ ചെയ്യണം എന്നുള്ളത്. അങ്ങനെ മാതാവിനോട് ഞങ്ങളുടെ നിയോഗങ്ങൾ പറഞ്ഞു. ഒബിയസ്ലി ആദ്യം എനിക്ക് മക്കളെ തരണം, അമ്മ തന്നെ തരണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ 9 വർഷം കാത്തിരുന്നത് എന്ന് തന്നെ ഞാൻ എഴുതി. അതെഴുതി പിന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കൊടുത്തു. ഞങ്ങൾ പോയി ഉടമ്പടിയിൽ അങ്ങനെ ജീവിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിച്ചെങ്കിലും
ഞാൻ ഹൈലൈറ്റ് ആയിട്ട് വെച്ചിരുന്ന നിയോഗം ദൈവം എന്തുകൊണ്ടോ അത് ഡിലേ ആക്കി കൊണ്ടുപോയി. എന്നെ പരീക്ഷിച്ചതായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ഞാൻ അതിൽ ഉറച്ചു നിന്നു. ഉടമ്പടി 1 പുതുക്കി, ഞാൻ 2 പുതുക്കി, 3 പുതുക്കി. ഞാൻ പക്ഷേ അതിൻ്റെ ഇടയിൽ ഞാൻ ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ കേട്ടി. എനിക്ക് തോന്നുന്ന ഒരു എയ്ഡ്സ് രോഗീനെ പോലും അവരധികം അങ്ങനെ നോക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം അവർ അതുപോലെയാണ് നോക്കിയിരുന്നത്. പക്ഷേ ഞാൻ എൻ്റെ ഈ നാവ് കൊണ്ട് ഒരു പ്രാവശ്യം പോലും മാതാവിനെ കുറ്റം പറഞ്ഞിട്ടില്ല, ഞാൻ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടുമില്ല. കാരണം എനിക്ക് ഉറപ്പായിരുന്നു അത് ദൈവം തന്നെ തരണമെന്നും എനിക്ക് വാശി ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഞാൻ അങ്ങനെ നിന്നു. ഒരു IVF-നും പോയില്ല. കാരണം കാണിച്ച ഡോക്ടേഴ്സ് ഞങ്ങളോട് IVF ചെയ്യണം, കാരണം നിങ്ങൾ ഏജ് ആവുകയാണ്, അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്താലേ നിങ്ങൾക്കൊരു പ്രായമാകുമ്പോൾ കൊച്ചു വളർന്നു വരുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ രണ്ടാളും അതുകൊണ്ട് മനസ്സിൽ തീരുമാനിച്ചില്ല, നോ തന്നെ പറഞ്ഞു. IUI ചെയ്തു. ഒരു 4 തവണ, എനിക്ക് തോന്നുന്നു 4 തവണ ചെയ്തു എന്ന് തോന്നുന്നു. 4 തവണയും ഫെയിലിയർ ആയിരുന്നു, വൻ പരാജയമായിരുന്നു, ഒന്നും ആയില്ല. അവസാനം യൂട്രസിൽ ഇനി എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ, ഓവറിൽ കംപ്ലയിൻ്റ് ഉണ്ടോ, അപ്പോൾ ഞങ്ങൾക്ക് ലാപ്രോസ്കോപ്പി ചെയ്ത് നോക്കാമെന്ന് ഡോക്ടർ പറഞ്ഞു. ലാപ്രോസ്കോപ്പി ചെയ്തു. പക്ഷേ അതും ഇനി ഇൻറ്റേർണൽ കംപ്ലയിൻ്റ് ആവേണ്ടെന്ന് വെച്ചാൽ അതും ഞാൻ വില്ലിങ് ആയി. പക്ഷേ അതും പക്ക നോർമലായിരുന്നു, ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ബ്ലോക്കേജോ ട്യൂമറുകളോ അങ്ങനെ എന്തെങ്കിലും സിസ്റ്റുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതെല്ലാം കഴിഞ്ഞിരിക്കുമ്പം ചേട്ടായി എനിക്ക് തോന്നുന്നു അതിന് 3 പുതുക്കി. പിന്നെ ഞാൻ വന്നില്ല, വരാതെ അങ്ങനെ ഡിലേ ചെയ്തിരുന്ന സമയത്ത് ജോസഫ് അച്ഛൻ്റെ ഒരു ചൊവ്വാഴ്ച ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ അച്ഛനൊരു വാക്ക് പറഞ്ഞു, ചില വിഡ്ഢികൾ 3 പുതുക്കി 4ാമത്തെ പുതുക്കാൻ വരില്ല, കാരണം അവർക്കറിയില്ല കർത്താവ് 4ാമത്തിലും വന്നിട്ടുണ്ടെന്ന്. അതെന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. ഞാൻ എന്നിട്ട് പിറ്റേ ദിവസം തന്നെ, ഞാനൊരു നേഴ്സാണ്, ഞാൻ ഡ്യൂട്ടിയിൽ ഓഫ് എടുത്ത് ഞാൻ ചേട്ടായിനെയും കൂട്ടിയിട്ട് ഇവിടെ വന്നു. 4ാമത്തത് പുതുക്കി കഴിഞ്ഞു. ഞാൻ അച്ഛനെ കാണണമെന്നൊന്നും എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ മാതാവിനോട് പറഞ്ഞു ഇല്ല. അതിൻ്റെ ഇടയിൽ അതിൻ്റെ കൂടെ അച്ഛൻ പറഞ്ഞു, നമ്മുടെ നിയോഗം ഡിലേ ആവുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാകുന്നു എന്ന് നിങ്ങൾ വിചിന്തനം ചെയ്ത് അത് ക്ലിയർ ഔട്ട് ചെയ്യണം. അന്നേരം ഞാനത് നോക്കി. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം, കാരുണ്യ പ്രവർത്തികൾ അത്ര സ്ട്രോങ് പോരാ. ഞാനിവിടെ 4ാമത്തത് പുതുക്കി പോയി ഞാൻ പ്രേക്ഷിത പ്രവർത്തനത്തിൽ പത്രപ്രവർത്തനം ഞാൻ തോന്നുന്നു പള്ളികളിലും എനിക്ക് അറിയുന്നവർക്കും കൊടുത്ത് ഞാൻ ഒതുക്കി. പക്ഷെ 4ാമത്തെ പുതുക്കിയപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തില്ല. ഞാൻ ഓട്ടോ സ്റ്റാൻഡുകളിലും ബസ് സ്റ്റാൻഡുകളിലും ഇറങ്ങി നടന്നു കൊടുത്തു. മോർണിംഗ് ഡ്യൂട്ടി ആണെങ്കിൽ മോർണിംഗ് കഴിഞ്ഞ് ഈവനിങ്ങിൽ ഞാൻ അവിടെ കൊടുത്തു നടന്നു. ഈവനിങ് ഷിഫ്റ്റ് ആണെങ്കിൽ വീട്ടിൽ നിന്ന് നേരത്തെ പോയി മോർണിംഗിൽ ഞാൻ മെഡിക്കൽ കോളേജുകളിലും ഞാൻ കൂടുതൽ ഓട്ടോക്കാർക്കാണ് കൊടുത്തിരുന്നത്. കാരണം അവർക്ക് കൊടുക്കുമ്പോൾ ഒരുപാട് യാത്രക്കാർ കയറി ഇറങ്ങി പോകുമ്പോൾ അവർ കാണും, എങ്ങനെയായാലും എടുക്കും. ചില ഓട്ടോക്കാരെന്നെ കളിയാക്കിയിട്ടുണ്ട്. കാരണം ഞാൻ ഒരു ദിവസം നൈറ്റിന് പോകുമ്പം അവരെന്നെ നിർത്തി ക്ലാസ് എടുപ്പിച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾ മതപരിവർത്തനം നടത്തുകയാണ്, എന്താണ് കൃപാസനം. എനിക്ക് തോന്നുന്നു ഒരു 10-22 ചേട്ടന്മാരെന്നെ നിർത്തിയിട്ട് ഞാൻ നടുക്ക് നിന്ന് ക്ലാസ്, എനിക്ക് എവിടെ നിന്ന് ധൈര്യം വന്നെന്നറിയില്ല. ഞാൻ തോറ്റു കൊടുക്കാൻ വില്ലിങ് ആയിരുന്നില്ല. ഞാൻ അവിടെ നിന്ന് തർക്കിച്ചു, സംസാരിച്ചു, എനിക്കറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു, പത്രത്തിനെ പറ്റി പറഞ്ഞു. എന്നെ കളിയാക്കി ചിരിച്ച ഓട്ടോക്കാരന്മാർ ചേട്ടന്മാരെല്ലാവരും എൻ്റെ അടുത്ത് നിന്ന് പത്രം മേടിച്ചു. മെഡിക്കൽ കോളേജുകളിലും കിലോമീറ്ററുകളോളം നടന്ന് ഞാൻ പത്രം കൊടുത്തേ. അതിനുശേഷം ഞാൻ എൻ്റെ പള്ളികളിലോ ഒരു ക്രിസ്ത്യൻ ചർച്ചുകളിലോ ഞാൻ പത്രം കൊടുത്തിട്ടില്ല. കാരണം അക്രൈസ്തവരെ ഫോക്കസ് ചെയ്താണ് പിന്നീട് ഞാൻ പത്രം കൊടുത്തത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചേട്ടായി എന്നോട് ഒരു ദിവസം എന്നെ സപ്പോർട്ട് ചെയ്ത് ഇത്രയും നാൾ തുഴഞ്ഞിരുന്ന ഒരാൾ പെട്ടെന്ന് എന്നോട് പറഞ്ഞു, നമുക്ക് IVF നോക്കിയാലോ, കാരണം ഏജ് ആവുകയാണെന്ന്. അതെന്നെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചു. കാരണം കൂടെ തോളോട് തോൾ ചേർന്ന് നിന്ന ആൾക്ക് വരെ സംശയം വന്ന് തുടങ്ങിയോ എന്ന് വിചാരിച്ചു. ഞാൻ കരഞ്ഞു. അന്നേരം ചേട്ടായി പറഞ്ഞു, കരയാൻ പറഞ്ഞല്ല, നമ്മുടെ അവസ്ഥ അതാണ്, വയസ്സാവുകയാണ്. അന്നേരം ഞാൻ മക്കളില്ലാതിരുന്നിട്ട് ഞാൻ അത്ര വിഷമിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അന്നേരം ഞാൻ എന്നിട്ട് മാതാവിനോട് അന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, മാതാവ് നീ തരണം, അത് ഇനി എൻ്റെ വാശിയാണ്. കാരണം എനിക്കിനി മെഡിക്കലിൽ ഒരു കൊച്ചിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചേട്ടായും ഇവിടെ നിന്ന് മെല്ലെ അങ്ങോട്ട് ചാഞ്ചാടും. കാരണം അവിടെ പോയി പ്രാർത്ഥിച്ചിട്ടല്ലല്ലോ, മെഡിക്കലിലായിട്ടല്ലേ കിട്ടിയത്, അതെനിക്ക് കേൾക്കണ്ട, അതിന് വേണ്ടിയിട്ടല്ല ഞാനിവിടെ 9 വർഷം ഇരുന്നതെന്ന് ഞാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചു. അന്ന് രാത്രി ഞാൻ കിടന്നുറങ്ങിയപ്പം എങ്ങനെ പറഞ്ഞറിയിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ആരോ ഒരാൾ എൻ്റെ വലത് സൈഡിൽ വന്ന് നിന്നു എന്ന് തന്നെ ഞാൻ പറയും. കാരണം ഞാനത് അനുഭവിച്ചതാണ്. എൻ്റെ ചെവിയിൽ ഒരു വാക്കേ പറഞ്ഞുള്ളൂ, നിനക്ക് ഞാനില്ലേ എന്ന് പറഞ്ഞു. അത്രയും കേട്ടു ഞാൻ ചാടി എഴുന്നേറ്റു. എൻ്റെ കയ്യിലൊക്കെ ഇങ്ങനെ രോമ എഴുന്നേറ്റ് നിൽക്കും, കുളിര് പോരുവാന്നറിയില്ല, അങ്ങനെ നിന്നു. ഞാൻ എന്നിട്ട് വേഗം ലൈറ്റിട്ട് താഴെയൊക്കെ നോക്കി, പക്ഷെ ഒന്നുമില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി സമയം 3 മണിയാണ്. മാതാവ് വന്നു. അന്ന് വൈകുന്നേരത്തെ ട്രെയിനിന് കയറി ഞങ്ങളിവിടെ വന്നു. ഞാൻ അന്നേരം ഉടമ്പടി തന്നെയാണ്. ഞാനിവിടെ വന്നു. ഞാൻ ആ മാതാവിൻ്റെ അടുത്ത് പോയി നിന്നു. കാരണം നമുക്ക് ഈ മാതാവിനെ ഉടമ്പടി ഫസ്റ്റിൽ തൊടാൻ പറ്റത്തുള്ളൂ. അവിടെ പോയി നിന്ന് ആ മാതാവിനെ കെട്ടിപ്പിടിച്ച് എനിക്ക് തോന്നുന്നു ഒരു 15 മിനിറ്റോളം ഞാൻ കരഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നെ അതിലേക്ക് തള്ളി വിടരുത്. കാരണം എന്നെ അറിയുന്നവരും എന്നെ അറിയാത്തവരും ഉണ്ട്.
ഞാൻ ഉടമ്പടി എടുത്തവരാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ എല്ലാവരും നീ എനിക്ക് കുഞ്ഞിനെ തരുമ്പോൾ നിന്നിലേക്ക് അടുക്കുകയുള്ളൂ, അങ്ങനെ എനിക്ക് അതുവഴി ഒരുപാട് പേരെ നിന്നിലേക്ക് അടുപ്പിക്കാൻ പറ്റും, ഈവൻ എൻ്റെ ചേട്ടായിനെ പോലും. കാരണം നീ തന്നെ എനിക്കൊരു കുഞ്ഞിനെ തരണം എന്നുള്ളത് ഞാൻ പ്രാർത്ഥിച്ചു. അവിടെ നിന്ന് ഒരുപാട് പൊട്ടിക്കരഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഓഫീസിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു ഓക്കെ അച്ഛനെ കാണാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അച്ഛനെ കാണാൻ ഇവിടെ ചീട്ടുമായിട്ട് വന്നിരുന്നു. കാരണം ഞാൻ മെൻ്റലി മൊത്തം ഡിപ്രഷനായിരുന്നു. ഇവിടെ വന്നിരുന്ന സമയത്ത് മക്കളില്ലാത്തവരുടെ ചീട്ട് കൊടുക്കാൻ പറഞ്ഞു. എല്ലാവരും ചീട്ട് കൊടുത്തതിന് ശേഷം ഞാനത് കേട്ടില്ല. അന്നേരം ആ ചേച്ചി പിന്നീട് എൻ്റെ പച്ച ചീട്ട് കണ്ടപ്പോൾ വന്ന് ചോദിച്ചിട്ട് പറഞ്ഞു അത് താന്ന് പറഞ്ഞു. അന്നേരത്തേക്ക് അച്ഛൻ ഓൾറെഡി ഇവിടെ ചീട്ട് മാതാവിൻ്റെ അടുത്ത് വെച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞു. എൻ്റെ ചീട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാലും അച്ഛൻ പലപ്പോഴും പറയാറുണ്ട് എന്നെ കാണാനല്ല വരുന്നത് മാതാവിനെ കാണാനാണ്. അത് ഞാൻ ഉറച്ച് വിശ്വസിച്ചു. എനിക്ക് വിഷമം തോന്നിയില്ല. അവസാനം അച്ഛൻ എൻ്റെ അടുത്ത് നിന്ന് ചേച്ചിയുടെ അടുത്ത് നിന്ന് ആ ചീട്ട് മേടിച്ച് ഞങ്ങളെയും കൂടി ഇവിടെ ആൾത്താരയിൽ മുട്ടയിൽ നിർത്തി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ ചോര തന്നെ പറഞ്ഞ ഒരു കുഞ്ഞിനെയും കൊണ്ട് നിങ്ങളിവിടെ നിന്ന് സാക്ഷ്യം പറയണം മക്കളെ എന്ന് പറഞ്ഞു. അത് ഞാൻ വിശ്വസിച്ചു. ഒരു കാശ് രൂപം തന്നു. ആ കാശ് രൂപ തലയെണ്ണയുടെ അടിയിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ചേട്ടാ ഈ IVF-ൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ. അതിനുശേഷം അച്ഛനെ കണ്ടതിന് ശേഷം കാണുന്നതിന് മുന്നേ ഞാൻ ചേട്ടായിനോട് പറഞ്ഞു ഓക്കെ എന്നാൽ ചേട്ടായിയുടെ താല്പര്യപ്രകാരമല്ലേ ഒന്ന് കൺസൾട്ട് ചെയ്യാം വാ എന്ന് പറഞ്ഞു. പോയി കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നല്ല ഫിറ്റാണ്. അപ്പോൾ പുള്ളിക്കാരന് മനസ്സിലായെന്ന് തോന്നുന്നു എനിക്ക് താല്പര്യമില്ലാന്ന്. ഡോക്ടറിന് ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു രണ്ടാളും കൂടി ആലോചിച്ച് ഒരേ മനസ്സോടുകൂടി ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് വാന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് ചേട്ടായിനോട് പറഞ്ഞു മെയ് മാസം ഏപ്രിലാണ്, മെയ് മാസം കഴിയുന്നത് വരെ എനിക്കൊരു സമയം താ. ആ മെയ് മാസം കഴിഞ്ഞിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അതുവരെ സമയം തരാൻ പറഞ്ഞു. ചേട്ടായി പറഞ്ഞു ഓക്കെ നിൻ്റെ ഇഷ്ടം പോലെ ആയിക്കോന്ന് പറഞ്ഞു. പക്ഷേ ആ മെയ് മാസം തന്നെ ഞാൻ പ്രഗ്നൻ്റായി. ഇപ്പോൾ ഈ ജനുവരി 11 ദൈവം ഞങ്ങൾക്ക് ഒരു ആൺകുഞ്ഞിനെ തന്നെ അനുഗ്രഹിച്ചു. ഒരു കുഴപ്പമില്ല. ആഷർ എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഈ അനുഗ്രഹം തന്ന മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു. എല്ലാ ചൊവ്വാഴ്ചകളിലെ ധ്യാനങ്ങളും ഞാൻ മുടങ്ങാതെ കൂടാറുണ്ട്. കാരുണ്യപ്രവർത്തികളെന്ന് പറയുന്നത് ഞാൻ 4ാമത്തെ പുതുക്കിയതിന് ശേഷം എൻ്റെ ഇടവകയിൽ തന്നെ മിനി എന്ന് പറയുന്ന ചേച്ചീനെ ഞാൻ പരിചയപ്പെട്ടു. ചേച്ചീനെയും കൂട്ടി ചേച്ചി ഇങ്ങനെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നതാണ്. അത്രയും നാളെ ഇടവകയിലുണ്ടായിരുന്ന ചേച്ചീനെ ഞാൻ കണ്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. അന്ന് ഞാൻ എന്തോ ചേച്ചിനോട് ഇപ്പോൾ ചോദിച്ചു ചേച്ചി എവിടെയാണ് ചെയ്യുന്നത്, ഞാനും കൂടി വരുന്നു എന്ന് പറഞ്ഞു. ചേച്ചി എനിക്കൊരു വൃദ്ധസദനം കാണിച്ചു തന്നു. അവിടെ പോയി സിസ്റ്റേഴ്സിനോട് സംസാരിച്ചു. അപ്പോൾ ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞു ഞാൻ എല്ലാം ചെയ്തോളാം, എനിക്കൊന്നും തരണ്ട, എനിക്കൊരു വെള്ളം പോലും തരണ്ട, എനിക്കൊരു ഇതാണെന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഓക്കെ ഞങ്ങളിവിടെ അങ്ങനെ ആരെയും അനുവദിക്കാറില്ല, ഓക്കെ നീ വന്നോ എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ ബുധനാഴ്ചകളിലും മുടങ്ങാതെ ഡ്യൂട്ടി മോർണിംഗ് ആണെങ്കിൽ എല്ലാ ബുധനാഴ്ചയും ഞാൻ ഈവനിങ് ഷിഫ്റ്റ് എടുത്തിട്ട് മോർണിംഗിൽ രാവിലെ 6:30 ഞാൻ അവിടെ പോകും. അമ്മച്ചിമാരെ കുളിപ്പിക്കും. അവിടുത്തെ കാര്യങ്ങളെല്ലാം A to Z കാര്യങ്ങൾ ചെയ്യാൻ സിസ്റ്റേഴ്സിന് എനിക്ക് തോന്നുന്നു ഞാൻ അവിടെ ചെന്നതിൽ പിന്നെ സിസ്റ്റേഴ്സിന് ആ കിടപ്പ് രോഗികളായിട്ടുള്ള അമ്മച്ചിമാരെ കുളിപ്പിക്കേണ്ടി വന്നിട്ടുണ്ടാവില്ലായിരിക്കും. എന്ന് വെച്ചാൽ അവർക്ക് ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഞാൻ ബുധനാഴ്ചകളിൽ സിസ്റ്റേഴ്സിൻ്റെ കൂടെ നിന്നിട്ട് അമ്മച്ചിനെ വീൽ ചെയറിലുള്ള അമ്മച്ചിനെയൊക്കെ എടുത്ത് ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് ഇരുത്തി കുളിപ്പിച്ചിട്ടുണ്ട്. ഈവൻ ഞാൻ പ്രഗ്നൻ്റ് ആയ ആ മെയ് മാസം പോലും ഞാൻ അറിയുന്നതിന് 2-3 ദിവസം മുന്നേ വരെ ഞാൻ അവിടെ പോയി അമ്മച്ചിമാരെ എടുത്തു വീൽ ചെയറിലുള്ള അമ്മച്ചിമാരെ അങ്ങോട്ട് കിടത്തുന്നു ഇങ്ങോട്ട് കിടത്തുന്നു എല്ലാം ചെയ്തു. പിന്നെ പത്രപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ ഓട്ടോ സ്റ്റാൻഡുകളിലും ഓട്ടോ ചേട്ടന്മാർക്കാണ് ഞാൻ കൂടുതൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ മെഡിക്കൽ കോളേജുകളിലുള്ളത്, പിന്നെ കിലോമീറ്ററുകളോട് നടന്ന് വീടുകളിൽ കയറിയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് കൃപാസനത്തിലെ പറ്റി പറഞ്ഞു, അമ്മേനെ പറ്റി പറഞ്ഞു, ഓരോരുത്തർക്ക് പത്രം കൊടുത്തു. വേണ്ടാന്ന് പറയുന്നവർ ഞാൻ നിർബന്ധിക്കാറില്ല. ഞാൻ പറയും അവരുടെ താല്പര്യം. അവർ മതപരിവർത്തനം എന്നൊക്കെ അത് ഒരുപാട് കേൾക്കുന്നുണ്ട്, മതപരിവർത്തനം എന്ന്. പക്ഷെ നമ്മളെന്ത് മതപരിവർത്തനം നടത്തുന്നത് എനിക്കറിയത്തില്ല. ആരും ഇവിടെ ഫോഴ്സ് ചെയ്ത് കൊണ്ടുവരുന്നില്ല. പക്ഷെ ഞാനത് അങ്ങനെ കൊടുത്തു. പള്ളികളിൽ ഞാൻ കൊടുക്കാറില്ല. പിന്നെ പള്ളിയിൽ ഇരിക്കുന്ന പത്രങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഞാൻ സന്തോഷത്തോടെ എടുത്തുകൊണ്ടേ കൊടുക്കും. എനിക്ക് അങ്ങനെ പത്രം ഇരിക്കുന്നത് കാണുമ്പോൾ സങ്കടമാണ്. എങ്ങനെ അങ്ങനെ വെച്ചിട്ട് പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. പിന്നെ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. പ്രാർത്ഥനാ ജീവിതത്തിലാണെങ്കിൽ നല്ലോണം വന്നു. പിന്നെ ഞാൻ ഇച്ചിരി ദേഷ്യം കൂടുതലുള്ള ആളാണ്. ഇച്ചിരി കൂടുതൽ മുൻകോപം കൂടുതലാണ് എനിക്ക്. അതൊരുപാട് കൺട്രോൾ ചെയ്യാൻ പറ്റി. ഇപ്പോൾ പൂർണ്ണമായി പോയി എന്നല്ല, പക്ഷെ അതിന് ഞാൻ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റി. പിന്നെ ഒരു ദൂഷിച്ച സ്വഭാവം തന്നെ പറയാം. കാരണം ഞാൻ ചെയ്യാത്തൊരു കാര്യം ഞാൻ ചെയ്തെന്ന് പറഞ്ഞാൽ ഞാനത് വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. കാരണം ഞാൻ അങ്ങനെയല്ല, ഞാൻ ഇങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞ് വാദിച്ച് സമർത്ഥിക്കുമായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ അതിന് നിൽക്കാറില്ല. കാരണം അവരെന്താണോ എന്തോ എനിക്കിപ്പോൾ അത് ക്ഷമിക്കാൻ. ഓക്കെ ഞാൻ അങ്ങനെയാണോ, ഞാൻ അങ്ങനെയാണ്, ഞാൻ അങ്ങനെ അങ്ങ് ജീവിക്കുന്നു. കാരണം ഉടമ്പടിയിൽ ഇപ്പം 1 വർഷമായി പുതുക്കിയിട്ട് ഇവനെ ഗർഭിണിയായ പിന്നെ എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം എനിക്ക് ഇച്ചിരി പ്രഷർ ഉണ്ടായിരുന്നതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഓക്കെയാണ്. ഞാൻ ആദ്യം മാതാവിനെ കാണാൻ എനിക്കിവിടെ സാക്ഷ്യപ്പെടുത്തണം തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഇവനൊരു 6 മാസം ആവട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചേട്ടായി എന്നോട് ഈ IVF ചെയ്യണമെന്ന് പറഞ്ഞ സമയത്ത് ഞാനിങ്ങനെ ഇരിക്കുമ്പം ഞാൻ നൈറ്റിന് പോയേക്കാണ്. അന്നേരം ചേട്ടായി വെളുപ്പിന് എനിക്കൊന്ന് 2 മണിയായപ്പോൾ എന്നെ ഫോൺ ചെയ്തു.
കുറേ പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. അന്നേരം ഡ്യൂട്ടിയിലായതുകൊണ്ട് ഞാൻ കണ്ടില്ല. എന്നിട്ട് ഒരു 3 മണി 4 മണി ആയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കണ്ടു. ഞാൻ തിരിച്ചു വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു കരയുവാണ്, ചേട്ടായി കരഞ്ഞു. എന്നിട്ട് ചേട്ടായി എന്നോട് പറഞ്ഞു മാതാവ് വന്നു ഇവിടെ. എനിക്ക് ഇങ്ങനെ എന്താ കുളിര് കൊണ്ട് ഐസ് പോലെ ഞാൻ തണുത്ത് മരവിച്ച് പോയി. ഒരു ആൺകുഞ്ഞിനെ കൊണ്ട് മാതാവ് എൻ്റെ അടുത്ത് വന്ന് നിന്നു എന്ന് എന്നോട് പറഞ്ഞു. അന്നേരം ചേട്ടായിക്ക് വിശ്വാസമായി. എന്നിട്ട് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ ആദ്യം ചേട്ടായി മാതാവിൻ്റെ അടുത്ത് മുട്ടയിൽ നിന്ന് മാപ്പ് പറയുക ചെയ്തത്. ഞാൻ അങ്ങനെ ചിന്തിച്ച് പോയത് എൻ്റെ നിവൃത്തികേട് കൊണ്ടാണ്, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ 2 പ്രാവശ്യം ഞങ്ങൾക്ക് മാതാവിനെ ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇത്രയും അനുഗ്രഹം തന്ന മാതാവ് ഈശോയ്ക്കും കൃപാസന അമ്മ മാതാവിനും കോടാനുകൂടി നന്ദി. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. അമ്മ മാതാവിനോടും ഈശോയിനോടും ഇത്രയധികം കാലം ഞാൻ സാക്ഷ്യം പറയാത്തതിനെ ഓർത്ത് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. എൻ്റെ പേര് ഷീബ. ഞാൻ കൊരട്ടി ഇടവകയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എൻ്റെ ഒരു ചേച്ചി പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നത്. എനിക്ക് സിവിയർ ആയിട്ടുള്ള അലർജി ആയിരുന്നു. ഭയങ്കര സിവിയർ എന്ന് പറഞ്ഞാൽ ഒരു ഭക്ഷണവും കഴിക്കാൻ പറ്റില്ല. എണ്ണയ അലർജി, സോപ്പ് അലർജി, തേങ്ങ അലർജി, അങ്ങനെ വേണ്ട എന്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്താലും അതിൽ മുഴുവൻ സാധനങ്ങളും അലർജിയാണ്. എൻ്റെ മേല് മുഴുവൻ ചൊറിഞ്ഞ് തടിച്ച് നിറയെ വട്ടത്തിലുള്ള റെഡ് റാഷസ് ആയിരുന്നു ഫുള്ളും. എല്ലാ ഡോക്ടേഴ്സിൻ്റെ അടുത്തും പോയി, ഒരു രക്ഷയുണ്ടായില്ല. അതോടൊപ്പം തന്നെ സിവിയർ ആയിട്ടുള്ള ബ്ലീഡിങ്ങുമായിരുന്നു. എല്ലാ ഡോക്ടേഴ്സിൻ്റെ അടുത്തും പോയി, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. രാജഗിരി അങ്ങനെയുള്ള സകല എവിടെയൊക്കെ പോകാൻ പറ്റുമോ അലോപ്പതി, ആയുർവേദിക് എല്ലാ സ്ഥലത്തും പോയി, എവിടെയും പോയിട്ട് ഒരു ഗുണം ഉണ്ടായില്ല. അതിനുശേഷം ഞാനിവിടെ വന്ന് എൻ്റെ ചേച്ചി പറഞ്ഞു നീ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുക, നിനക്ക് ശരിയായിക്കോളൂ എന്ന് പറഞ്ഞു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഒരു കെട്ട് പേപ്പറുമായിട്ടാണ്, ഡോക്ടേഴ്സിൻ്റെ ചീട്ടുമായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്. ഞാൻ ഇങ്ങോട്ട് വന്ന് കരഞ്ഞ് മാതാവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ടു. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ അച്ഛനെ കണ്ടു. അച്ഛൻ പറഞ്ഞു അമ്മ മാതാവിനോട് സാക്ഷ്യം പറഞ്ഞോളാന്ന് പറഞ്ഞിട്ട് പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്തിട്ട് ഞാൻ പോയെങ്കിലും എനിക്ക് സാക്ഷ്യം പറയാൻ ആ ഒരു ഉടമ്പടി എനിക്ക് കൃത്യമായിട്ട് പാലിക്കാൻ പറ്റിയില്ല. അതിനുശേഷം ഞാൻ 2ാമത് വന്ന് പുതുക്കി. അപ്പോൾ ആ ഉടമ്പടിയിൽ തന്നെ എനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ മാതാവ് തന്നിട്ടുണ്ട്. ആത്മീയ ഗുണങ്ങൾ, അതായത് ഈശോയിലേക്കുള്ള വളർച്ച, എങ്ങനെയാണ് ഈശോയോട് അടുക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ 2ാമത് വന്ന് ഞാൻ ഇവിടെ ഉടമ്പടി പുതുക്കി. അത് നല്ല കൃത്യനിഷ്ഠയോടുകൂടി എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അച്ഛൻ പറഞ്ഞതുപോലെ ഞാൻ പാലിച്ചു. അങ്ങനെ ഞാൻ ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാനിവിടെ വന്ന് ആൾക്കാരെ ഇവിടെ നിന്നിട്ട് അച്ഛനെ കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് കാഴ്ചവസ്തു ഉയർത്തുന്ന സമയത്ത് അച്ഛനെ ആ സമയത്ത് എനിക്ക് വയറിൽ ഭയങ്കര സിവിയർ ആയിട്ടുള്ളൊരു പെയിൻ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്നെ മാതാവ് തൊടുന്നുണ്ട്, എന്തായാലും എന്നെ മാതാവ് വെറുതെ വിടില്ല, ഞാൻ രക്ഷപ്പെടുമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോയ സമയത്ത് എല്ലാ കാര്യങ്ങളും ഞാൻ കൃത്യമായിട്ട് പിന്നെ ഉടമ്പടി പാലിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും. എല്ലാ വ്യഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമായിരുന്നു. ഉപ്പ്, തൈലം ഇതൊക്കെ വയറ്റിൽ പുരട്ടി പ്രാർത്ഥിച്ച് ഉപയോഗിക്കുമായിരുന്നു. രാവിലെ വൈകുന്നേരം എല്ലാ ദിവസവും എല്ലാ ഉടമ്പടി വസ്തുക്കളും, ഉപ്പ്, തൈലം, തേന്, ഇതെല്ലാം വ്യഞ്ചരിച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് തിരിച്ച് അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഒരു ദിവസം ഞാൻ ജോസഫ് അച്ഛനെ സ്വപ്നം കണ്ടു. ജോസഫ് അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ട് ഞാൻ എൻ്റെ കട്ടിലിൻ്റെ അടുത്ത് നിന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ മഴവില്ല് സ്വപ്നം കണ്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ പേപ്പർ കൊടുക്കാൻ നേരത്തെ എനിക്ക് 3 പ്രാവശ്യം സുഗന്ധാഭിഷേകം എനിക്കങ്ങനെ കിട്ടി. മുല്ലപ്പൂവിൻ്റെ സുഗന്ധം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അച്ഛൻ ഒരു ദിവസം യൂട്യൂബിലെ ഉടമ്പടി ആരാധനയിൽ വിളിച്ചു പറഞ്ഞു, ഒരു 40 വയസ്സിന് മുകളിലുള്ള ഒരു സ്ത്രീയുടെ അലർജി രോഗം ഈശോ സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. അന്ന് മുതൽ എനിക്ക് ഇതുവരെ ഒരു അലർജിയോ ഒരു മേത്തൊരു തടിപ്പോ ഒരു സിവിയർ, എനിക്കൊരു ഡ്രസ്സ് പോലും ഇടാൻ പറ്റില്ലായിരുന്നു. അത്രയധികം മാനസികമായി ഞാൻ വിഷമിച്ചിട്ടായിരുന്നു ഇവിടെ വന്നിരുന്നത്. ഒരു ഡ്രസ്സ് ഇട്ടാൽ 1ാമത്തെ സിവിയർ ആയിട്ടുള്ള ബ്ലീഡിങ് ആയിരുന്നു. അലർജി കാരണം മേല് മുഴുവൻ തടിച്ച് പൊന്തി റെഡ് റാഷസ് ആയിരുന്നു. പിന്നെ സിവിയർ ആയിട്ടുള്ള ബ്ലീഡിങ് ആയിരുന്നു. ഇത് രണ്ടും സഹിക്കാൻ വയ്യാതെ ഇവിടെ വന്ന് ഞാൻ മാതാവിനോട് മുട്ടിപ്പായിട്ട് ഇവിടെ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോയത്. എൻ്റെ മാതാവേ നീ ഇടപെടണേ, ഞാൻ ഇനി കൃത്യമായിട്ട് എല്ലാ ഉടമ്പടിയും പാലിച്ചോളാമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് അതിന് ആ യൂട്യൂബിലെ ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനത്തിൽ എനിക്കെല്ലാം അന്ന് ഇങ്ങനെ പറഞ്ഞു, 40 വയസ്സിന് അച്ഛൻ വിളിച്ചു പറഞ്ഞു ധ്യാനത്തിൻ്റെ ഇടയ്ക്ക് 40 വയസ്സിന് ശേഷമുള്ള ഒരു സ്ത്രീയുടെ അലർജി രോഗം ഈശോ സുഖപ്പെടുത്തുന്നെന്ന്. അങ്ങനെ ആ ദിവസം മുതൽ ഇന്ന് വരെ എനിക്കൊരു അലർജി എന്ന് പറയുന്ന സംഭവമോ യാതൊരു പ്രശ്നവും എനിക്കുണ്ടായിട്ടില്ല. അതിന് എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു. അതുപോലെ തന്നെ സാക്ഷ്യം പറയാൻ വൈകിയതിലും ഞാൻ മാപ്പ് ചോദിക്കുന്നു. പിന്നെ
അതിനുശേഷം എനിക്ക് ആത്മീയമായി കുറേ വളരാൻ സാധിച്ചിട്ടുണ്ട്. കുർബാനയുടെ മഹാത്മ്യം എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഞാനിവിടെ നിന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് അതെല്ലാം മനസ്സിലായത്. എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാനും അങ്ങനെ ഈശോയോട് കൂടുതൽ അടുക്കാനും വചനങ്ങൾ പറയുവാനും. ലൂക്കാ 18:27 മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഫിലിപ്പി 4:19 എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി എനിക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. മത്തായി 6:33 നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുവാൻ ബാക്കി എല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കപ്പെടും. ജോഷുവ 1:9 ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ് ദൈവം നിനക്ക് നൽകിയിരിക്കുന്നത്. ഈ വചനങ്ങൾ എപ്പോഴും ഞാൻ പറഞ്ഞു ഉരുവിട്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഈശോയോട് കൂടുതൽ അടുക്കാനും ബൈബിൾ വായിക്കാനും പള്ളി പോകാനും എല്ലാ ദിവസവും എല്ലാ വെഞ്ചരിച്ച വസ്തുക്കളും നേർച്ച വസ്തുക്കളും ഉപയോഗിച്ച് പ്രാർത്ഥിക്കാൻ ഞാൻ തീരുമാനിച്ചു അതോടുകൂടി. അതുപോലെ തന്നെ എൻ്റെ 10 വർഷമായ ഞങ്ങളുടെ ഒരു വിൽക്കാതെ കിടക്കുന്ന സ്ഥലമുണ്ടായിരുന്നു. അത് വിൽക്കാൻ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. അത് ഞങ്ങൾ വിൽക്കാൻ വേണ്ടി കുറേ ആളുകൾ 10 വർഷമായിട്ടും ആളുകൾ വന്നിട്ട് അതൊന്നും സാധിച്ചിരുന്നില്ല. അതിനുശേഷം ഞാൻ ചേട്ടായിനോട് പറഞ്ഞു, നോക്കിക്കോ ഞാനിപ്പോൾ ഉടമ്പടിയിലെ ചേട്ടായി, നമുക്ക് എന്തായാലും മാതാവ് അനുഗ്രഹം തരുമെന്ന് പറഞ്ഞു. ഞാനും ചേട്ടായും കൂടി ഉപ്പും നേർച്ച വസ്തുക്കളും ഒക്കെ ഉപയോഗിച്ച് അങ്ങോട്ട് പോയി. പോകുന്ന വഴിക്ക് വിശ്വാസ പ്രമാണം ചൊല്ലി. അപ്പോൾ അച്ഛൻ ഇവിടെ എപ്പോഴും പറയാറുണ്ട്, 38 വർഷമായി ഞാൻ അർപ്പിച്ച കുർബാനയുടെ വെളിച്ചത്തിൽ എനിക്കത് സാധിച്ചു തരണമേ, ആ രോഗം വിടുതൽ കൊടുക്കണേ എന്ന് പറയാറുണ്ട്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഓർത്തു 66 ദിവസമായിട്ട് ഞാൻ ഈശോനെ സ്ഥിരമായിട്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുക. ഈശോയെ ഇതിൻ്റെ മഹാത്മ്യം പണ്ടൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്നെ നീ ഇതിനെ ഞങ്ങളുടെ ആ സ്ഥലം ഞങ്ങൾക്ക് വിറ്റ് തരണം. ഈ 66 ദിവസം ഞാൻ ഈശോനെ സ്വീകരിച്ചതിൻ്റെ വെളിച്ചത്തിൽ, ഈശോയോട് ഞാൻ കൂടെ ആയിരുന്നതിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ ഈശോയെ എനിക്ക് ഈ സ്ഥലം വിറ്റ് തരാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാനും ചേട്ടായും കൂടി പോയി. അതുവരെ വന്ന ബ്രോക്കേഴ്സ് ഒന്നും നമ്മൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പക്ഷേ അന്ന് വന്ന ബ്രോക്കർമാർ ഞങ്ങളുടെ ആ സ്ഥലം വിൽക്കുവാൻ അന്ന് തന്നെ ടോക്കൺ അഡ്വാൻസ് തരികയും ഞാൻ ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ആ സ്ഥലത്ത് മുഴുവൻ പ്രാർത്ഥിച്ചതിന് ശേഷം അവർ വന്നത്. അങ്ങനെ വന്ന് ആ സ്ഥലം ഞങ്ങൾക്ക് വിൽക്കാനായിട്ട് സാധിച്ചു. ഇത് മാതാവ് ഞങ്ങൾക്ക് ചെയ്തു തന്ന വലിയൊരു അനുഗ്രഹമാണ്. ഇതിന് ഈശോയ്ക്കും മാതാവിനും കോടാനുകൂടി നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞാനൊരു മെഡിക്കൽ ഷോപ്പാണ് നടത്തുന്നത്. എനിക്കവിടെ മെഡിക്കൽ ഷോപ്പ് എനിക്കൊരു കോംപ്ലക്സിൻ്റെ ഉള്ളിലാണ് മെഡിക്കൽ ഷോപ്പ്. അപ്പോൾ കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് ഒരു മെഡിക്കൽ ഷോപ്പ് ഇടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് നിയോഗത്തിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ആദ്യത്തെ നിയോഗത്തിൽ തന്നെ ഞാൻ അത് വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ പിന്നീട് എനിക്ക് അപ്പം തന്നെ ആദ്യത്തെ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ എനിക്ക് ആ മെഡിക്കൽ ഷോപ്പ് ഫ്രണ്ടിലേക്ക് മെഡിക്കൽ ഷോപ്പ് ഇടാൻ പറ്റി. അത് കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്ന കട ഞങ്ങൾക്ക് കിട്ടി. അതുപോലെ തന്നെ ഞാൻ അന്നേരം കൃപാസനൊപ്പം ഉടമ്പടി തൈലം ഞാൻ ആ ഷോപ്പിൻ്റെ ഫ്രണ്ടേജിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ അതിനുശേഷം ഉപ്പ് ആ ഷോപ്പിൽ ചുറ്റും ഇട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ആ സ്ഥലം ഞങ്ങൾക്ക് കിട്ടി. 7 ലക്ഷത്തോളം പഴയ മെഡിക്കൽ ഷോപ്പിൽ എനിക്ക് ലോൺ ഉണ്ടായിരുന്നു. ആ ലോൺ വീട്ടാനും മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ആ പുതിയ കട തന്നു മാതാവ് അനുഗ്രഹിച്ചു. അതിൽ കൂടെ എനിക്ക് ആ ലോണും മാതാവ് വീട്ടി തന്നു. ഇതിന് ഈശോയ്ക്കും മാതാവിനും കോടാനുകൂടി ഞാൻ നന്ദി പറയുന്നു. പിന്നെ എൻ്റെ ഒരു യൂട്രസ് ബ്ലീഡിങ് ആയിരുന്നു. അത് ഞാൻ നിയോഗത്തിലൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ഈ ഉപ്പും നേർച്ച വസ്തുക്കളും ഉപയോഗിച്ച് എല്ലാ ദിവസവും അപ്പം ഈ നിയോഗത്തിൽ വെച്ചില്ലായിരുന്നു. പക്ഷേ ഡോക്ടേഴ്സ് അത് യൂട്രസ് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. ഡോക്ടർമാർ പറഞ്ഞു വാജിനലായിട്ട് റിമൂവ് ചെയ്യുന്നവരുണ്ട്, പക്ഷേ വലിയ ദൈവാനുഗ്രഹം വേണം, നിങ്ങൾ പ്രാർത്ഥിച്ചോണമെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റണേ മാതാവേ, ഞാനിത് നിയോഗം വെച്ചിട്ടില്ല, നിയോഗം വെച്ചിരുന്നെങ്കിൽ എനിക്കത് നീ സാധിച്ച് തന്നേനെന്ന് എനിക്കറിയാം, പക്ഷേ ഞാൻ നിയോഗം വെച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് യൂട്രസ് റിമൂവ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഞാനിത് പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് വാജിനയിൽ കൂടെ തന്നെ യൂട്രസ് റിമൂവ് ചെയ്യാനും 2 ദിവസത്തിനുള്ളിൽ വീട്ടിൽ വരാനും മാതാവ് അനുഗ്രഹിച്ചു. ആ സമയങ്ങളിലൊക്കെ ഞാൻ സ്ഥിരമായിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി തൈലവും ഉപ്പും ഒക്കെ വയറ്റത്ത് പുരട്ടവും കഴിക്കുകയും അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ആത്മീയ വളർച്ചയ്ക്ക് എനിക്ക് കൂടുതൽ ഉപകാരപ്പെട്ടിട്ടുള്ളത് ഈ കൃപാസനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗ്ഗത്തിലേക്കുള്ള ചവിട്ടുപടിയായിട്ടാണ് ഞാൻ ഈ കൃപാസനെ കാണുന്നത്. പണ്ടൊക്കെ എനിക്ക് മരണത്തെക്കുറിച്ച് ഭയങ്കര ഭയമായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് അതൊന്നുമില്ല. കാരണം ഇവിടെ ഞാൻ ഉടമ്പടിയിൽ നിത്യജീവനെക്കുറിച്ച് അച്ഛനിങ്ങനെ പറഞ്ഞു തന്നായിരുന്നു, ഞാനിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഉറപ്പുണ്ട് ഇവിടെ ഉടമ്പടിയിൽ എപ്പോഴും നമ്മൾ ആദ്യം നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ വെക്കരുത്, നിങ്ങൾ ഇത് ദൈവത്തിനുള്ള കാര്യങ്ങളാണ് വെക്കേണ്ടതെന്ന് പറയുമ്പോൾ ഞാൻ ആദ്യത്തെ ഉടമ്പടി നിയോഗത്തിൽ എപ്പോഴും എപ്പോൾ ഞാൻ പുതുക്കുമ്പോഴും ഈശോ പരിശുദ്ധാത്മാവിനെ നിറയുന്നതിന് വേണ്ടിയിട്ടും നിത്യജീവൻ തരുന്നതിന് വേണ്ടിയിട്ടെന്നാണ് ഞാൻ പറയാറ്. അപ്പോൾ നിത്യജീവൻ ഈശോ തരുമെന്ന് എനിക്കൊരു യോഗ്യതയില്ല. പക്ഷേ ഈശോയും മാതാവും വിചാരിച്ചാൽ ഞാൻ ഉടമ്പടിയിൽ വെച്ച എല്ലാ കാര്യങ്ങളും എനിക്ക് 6, 9, 10 കാര്യങ്ങളും മറ്റുള്ളവരെയും സാധിച്ച് കിട്ടിയിട്ടുണ്ട്. അതെനിക്കിപ്പോൾ ഇവിടെ പറയാൻ പറ്റാത്തത് കൊണ്ടാണ്. ഇപ്പം എൻ്റെ കാര്യങ്ങൾ മാത്രമേ എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഈ 10 കാര്യങ്ങൾ എനിക്ക് സാധിച്ചു തന്ന മാതാവ് എനിക്ക് നിത്യതയും തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പണ്ടൊക്കെ ഭൗതിക കാര്യങ്ങളെക്കുറിച്ചായിരുന്നു ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ധ്യാനം അച്ഛൻ്റെ എപ്പോഴും കൂടുമ്പോൾ എനിക്കറിയാം നിത്യജീവനാണ് ഏറ്റവും പ്രധാനം, നിത്യജീവന് വേണ്ടിയാണ് നമ്മൾ അധ്വാനിക്കേണ്ടതും ഈ ലോകത്തിൽ ജീവിക്കേണ്ടതെന്ന്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ മാനസികമായും ശാരീരികമായും ഈശോയോട് അടുക്കുവാനും എപ്പോഴും ഈശോയെക്കുറിച്ച് പറയുവാനും. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും ഗവൺമെൻറ് ആശുപത്രി പോകുമായിരുന്നു. ഗവൺമെൻറ് ആശുപത്രി പോയിട്ട് അവിടുത്തെ പേഷ്യൻസിനോടൊക്കെ ഞാൻ പറയും, എനിക്ക് ഇത്ര വലിയ അത്ഭുതം മാതാവ് സാധിച്ചു തന്നിട്ടുണ്ട്, എൻ്റെ ബ്ലീഡിങ് ഇങ്ങനെ മാറി, എൻ്റെ ആ
അലർജി എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ഒരു ഡോക്ടേഴ്സിനും മാറ്റാൻ പറ്റാത്ത ഒരു അലർജി ആയിരുന്നു. അത് ഈശോയും മാതാവും എനിക്ക് മാറ്റി തന്നു. ഞാൻ ഇനി എവിടെയും പോകാനില്ലായിരുന്നു. ഏറ്റവും അവസാനത്തെ ഒരു കച്ചിത്തുരുമ്പായിരുന്നു എനിക്കിവിടെ. അപ്പം അച്ഛൻ പറഞ്ഞതോടുകൂടി ഞാൻ തുള്ളിച്ചാടിയാണ് ഇവിടുന്ന് പോയത്. എങ്കിലും ഞാൻ ആ ഉടമ്പടി കറക്റ്റായിട്ട് പാലിക്കാത്തത് കൊണ്ട് മാത്രമാണ് എനിക്ക് ആദ്യത്തെ പ്രാവശ്യം എനിക്ക് സാധിച്ചു കിട്ടാത്തത്. അതെനിക്ക് മനസ്സിലായി. രണ്ടാമത് ഞാൻ കൃത്യം പാലിച്ചപ്പോഴാണ് എനിക്ക് സാധിച്ചതും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഈശോയും മാതാവും കൂടി എനിക്ക് സാധിച്ചു തന്നു. ഇതെല്ലാത്തിനും ഈശോയ്ക്കും മാതാവിനും കാരുണ്യ പ്രവൃത്തികൾ ഞാൻ ചെയ്തിരുന്നത് ഈ ആശുപത്രികളിൽ പോയി അവർക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് പൈസ കൊടുക്കുക, അവരോട് ഉപ്പം എല്ലാം കൊടുത്തിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലാൻ പറയും. അങ്ങനെ അവരോട് ഞാൻ പറയും, നിങ്ങൾ എന്തായാലും പോയി, എനിക്ക് ഇത്ര വലിയ അത്ഭുതം മാതാവ് തന്നതാണ്, നിങ്ങൾ പോയി ഉടമ്പടി എടുക്കണോട്ടോ, ഈശോയും മാതാവ് നിങ്ങളെ കൈവിടില്ല, അവിടെ പോയാന്ന് തീർത്ത് ഞാൻ പറയും. അവരെ വിശ്വസിപ്പിച്ചിട്ടേ ഞാൻ അവിടെ നിന്ന് വരുള്ളൂ. അങ്ങനെ അവർക്ക് പേപ്പറൊക്കെ കൊടുക്കും, നിങ്ങൾ അലക്ഷ്യമായി ഒന്നും എറിയരുതെന്ന് പറയും. അങ്ങനെ മെഡിക്കൽ ഷോപ്പിൽ വരുന്നവർക്കും കാരുണ്യ പ്രവൃത്തികൾ ചെയ്യും. അനാഥ മന്ദിരത്തിൽ പോയി കാരുണ്യ പ്രവൃത്തികൾ, എനിക്ക് പറ്റുന്ന വിധത്തിലുള്ളൊക്കെ സാമ്പത്തിക സഹായങ്ങൾ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, മാതാവാണ് എൻ്റെ കടം വീട്ടി തന്നത്, അപ്പോൾ ആ മാതാവിന് തിരിച്ചു കൊടുക്കാനും ഞാൻ ബാധ്യസ്ഥയാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഞാൻ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ആത്മീയ ജീവിതമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നെ കുർബാന, 2 ആഴ്ച കൂടുമ്പോഴുള്ള കുമ്പസാരം, എല്ലാ ദിവസമുള്ള കുർബാന, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് പറ്റുന്ന വിധത്തിലൊക്കെ പറ്റുമ്പോഴൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ബൈബിൾ വായിക്കാനും പണ്ട് തൊട്ടേ എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്, ഇപ്പോൾ എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടമാണ്. അങ്ങനെ ബാക്കി എല്ലാ ആത്മീയ വളർച്ചകളിലും എൻ്റെ കൂടെ നിന്ന് എന്നെ ഇന്ന് വരെ ഇനിയുള്ള ജീവിതത്തെക്കുറിച്ച് എനിക്ക് ഒരു ടെൻഷനും ഇല്ല. കാരണം ഉടമ്പടി ഉള്ളിടത്തോളം കാലം എനിക്ക് ഒരു പേടിയും പേടിക്കേണ്ട. അങ്ങനെയാണ് എൻ്റെ വിശ്വാസം. എന്ത് നിയോഗം ഇവിടെ വെച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം എനിക്ക് മാതാവ് സാധിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഈ കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഈശോയെ നന്ദി. മാതാവ്